ഉപയോഗിച്ച് പോകേണ്ടി വരും. പലവിധ രീതിയിൽ സ്വന്തം കയ്യിൽ നിന്നും കാശ് ചെലവഴിക്കേണ്ടി വരും. സൂറത്തുൽ വാഖിഅത്തി സൂറത്തുൽ ഗിന, ഇദാ വഖഅത്തിൽ വാഖിഅ സമ്പത്തിന്റെ സൂറത്താണ്. ഫഖറഊഹ, അതിനെ നിങ്ങൾ ഓതുവീൻ. വഅല്ലിമൂഹ ഔലാദക്കും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആ സൂറത്തിനെ പഠിപ്പിക്കുവീൻ എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. വഅഖാമുസ് സ്വലാത്ത, നിസ്കാരത്തെ അവർ നിലനിർത്തും. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യും. എങ്ങനെ ചിലവഴിക്കും? സിർറൻ വഅലാനിയതൻ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും. യർജൂന തിജാറത്തൻ ലൻ തബൂർ, തീർച്ചയായിട്ടും നശിക്കാത്ത സ്വർഗത്തെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിജാറത്ത് എന്നതിന് തഫ്സീർ നൽകിയിട്ടുള്ളത് സ്വർഗം എന്നാണ്. സ്വർഗത്തെ അവർ ആഗ്രഹിക്കുകയും ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങൾ എന്തിനാണ് അവർ ചെയ്യുന്നത്? ലിയുവഫിയഹും ഉജൂറഹും, അല്ലാഹു തആല അവർക്കുള്ള പ്രതിഫലത്തെ പൂർത്തിയാക്കി വീട്ടിക്കൊടുക്കാൻ വേണ്ടി. വയസീദഹും മിൻ ഫളലി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും. ഇന്നഹു ഗഫൂറുൻ ശകൂർ, അല്ലാഹു തആല പൊറുത്തു തരുന്നവനും അല്ലാഹു തആല നന്ദി ചെയ്യുന്നവനുമാണ്. വല്ലദീ ഔഹൈനാ ഇലൈക, അങ്ങേക്ക് നാം ഉത്ബോധനം നൽകിയത്, മിനൽ കിതാബി, വിശുദ്ധ ഖുർആനിനാൽ. ഹുവൽ ഹഖ്, അത് സത്യമാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുമ്പുള്ളതിനെ ഗ്രന്ഥങ്ങളെ വാസ്തവമാക്കുന്ന നിലയിൽ. ഇന്നല്ലാഹ ബിഇബാദിഹി ലഖബീറുൻ ബസീർ, അല്ലാഹു തആല തന്റെ അടിമകളെ സംബന്ധിച്ച് വിശദമായി അറിയുന്നവനും കാണുന്നവനുമാണ്. പ്രിയപ്പെട്ടവരെ, സുമ്മ ഔറസിനൽ കിതാബ, പിന്നീട് ഈ വിശുദ്ധ ഖുർആനിനെ നാം നൽകി. അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്ന് നാം തിരഞ്ഞെടുത്തവർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്തൊരു മനോഹരമാണ്, എന്തൊരു സുന്ദരമാണ്. ഖുർആൻ പറയാത്ത കാര്യങ്ങൾ ഇന്ന് ലോകത്തിന് ചർച്ച ചെയ്യാനില്ല. സമ്പൂർണമായ ഖുർആൻ അല്ലാഹു തആല അവന്റെ അടിമകളിൽ നിന്ന് തിരഞ്ഞെടുത്തവർക്ക് നൽകി. ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അവരുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിനോട് അക്രമം ചെയ്യുന്നവരുണ്ട്. അതേ, ളാലിമുൻ ലിനഫ്സി ഉണ്ട്, സ്വന്തം ശരീരത്തോട് ദുൽമ ചെയ്യുന്നവരുണ്ട്. അതേ, സമൂഹത്തിൽ മദ്യവും മയക്കുമരുന്നും ലഹരിക്കടിമപ്പെട്ടവർ, അവരെ കൈപിടിച്ചുയർത്തി ദിശാബോധം നൽകേണ്ടവരാണ് നാം. സമൂഹത്തിൽ ളാലിമീങ്ങൾ ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വമിൻഹും മുഖ്തസിദുൻ, അവരുടെ കൂട്ടത്തിൽ മദ്യനില പാലിക്കുന്നവരുമുണ്ട്. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങളെ കൊണ്ട് മുന്നേറ്റം സൃഷ്ടിക്കുന്നവരുണ്ട്. അതാണ് ആമില സംഘങ്ങൾ. നല്ല കാര്യങ്ങൾ ചെയ്യണം, സുഹൃതങ്ങൾ ചെയ്യണം. എല്ലായിടത്തും മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത്, മയ്യത്ത് കഫൻ ചെയ്യുന്ന സ്ഥലത്ത്, മയ്യത്തിന്റെ മറ്റു പരിപാലന സമയത്ത് നാം ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ 2-3 മരണം ഒരേ സമയത്ത് വരുമ്പോൾ ഖബർ കുഴിക്കുന്നിടത്ത് എല്ലായിടത്തും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. ബഹുമാനപ്പെട്ട സമസ്ത, ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ സജീവമാക്കുന്ന കാര്യങ്ങളിൽ നിതാന്ത ജാഗ്രതയോടുകൂടെ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതാണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തത്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും, ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദും, ബഹുമാനപ്പെട്ട സദഖത്തുള്ള മൗലവിയും, ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറാറഹും, ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൽ അധ്യാപകരായിരുന്ന ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് കണ്ണിയത്ത് ഉസ്താദ്. ബഹുമാനപ്പെട്ട ശൈഖുന കെ അബൂബക്കർ ഹസ്രത്ത് ഉസ്താദും, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അസ്സരി തങ്ങളും, ബഹുമാനപ്പെട്ട ശൈഖുന കാളമ്പാടി ഉസ്താദും, ശൈഖുന കോയക്കുട്ടി ഉസ്താദും, ബഹുമാനപ്പെട്ട ശൈഖുന കുമരമ്പത്തൂർ എ പി ഉസ്താദും സാബിഖുൻ ബിൽ ഖൈറാത്തിൽപ്പെട്ടവരായിരുന്നു. അവർ നമ്മിലേക്ക് സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് പറയാറുണ്ട്, നമുക്ക് ഒഴുകിയാൽ മതി എന്ന്. എല്ലാ സംവിധാനങ്ങളും
അറബിക് കോളേജുകൾ, ദീനി സ്ഥാപനങ്ങൾ എല്ലാം നമുക്ക് അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ നമ്മുടെ മഹത്തുക്കളായ നേതാക്കന്മാർ മുന്നിൽ നിന്നുകൊണ്ട് വന്ന് സഹായിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട മഹാനായ സയ്യിദാണ് പോക്കോയ തങ്ങൾ. നമ്മുടെ നഗരിയുടെ പേര് പോക്കോയ തങ്ങൾ നഗരി എന്നുള്ളതാണ്. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന നഗരിയാണ്. എന്തുകൊണ്ടെന്നാൽ സ്വാത്വികന്മാരായ സാദാത്തുക്കൾ ജാമിഅ നൂരിയ അറബിക് കോളേജിലെ സമ്മേളനം ഏത് നഗരിയിലാകണമെന്ന് ആ കുടുംബത്തോടുള്ള കടപ്പാർ അറിയിച്ചുകൊണ്ട് പോക്കോയ തങ്ങളുടെ പേരിലായിരിക്കുന്നു. മഹാനവറുകളുടെ ദർജകളെ ഉയർത്തട്ടെ. പോക്കോയ തങ്ങൾ ഉമ്മത്തിന്റെ കാവൽക്കാരായിരുന്നു. സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നതോടൊപ്പം നമ്മെയും പഠിപ്പിക്കാൻ, നമുക്ക് ആവേശം തരാൻ, നമ്മുടെ പൂർവികർക്ക് ദീനി ഉലൂമ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു. പോക്കോയ തങ്ങൾ സ്വന്തം വളരുകയായിരുന്നില്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പണ്ഡിതന്മാരാക്കി, പ്രബോധകന്മാരാക്കി ഇന്ന് നമ്മെ, നമ്മുടെ സ്ഥാപനത്തെ നയിക്കുന്ന സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും, ഈ യോഗത്തിൽ നമുക്ക് സമാപന ഭാഷണം നടത്തുന്ന അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട പോക്കോയ തങ്ങളുടെ പൊന്നോമന പുത്രന്മാരാണ്. ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിയ, ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ്, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള സ്മരണികയിൽ എഴുതിയിട്ടുള്ളത് ഈ കേരളീയ വളർച്ചയ്ക്ക് മുന്നിൽ നിന്നത് ഒരു ആലിമിന്റെയും ഒരു അമീറിന്റെയും നേതൃത്വമാണ്. അതായത് ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളും ബഹുമാനപ്പെട്ട മഹാനായ അസ്സയ്യിദ് അഹ്മദ് പോക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഒരു ആലിമും ഒരു ഉമറാവും ഒത്തൊരുമിച്ചുകൊണ്ട് കോട്ടയായിട്ട് ഉമ്മത്തിന് കാവൽ നിന്നതുകൊണ്ടാണ് കേരളീയ സമാജം ഇന്നലെയും പ്രസംഗിച്ചതുപോലെ ഒരു റോൾ മോഡലായി വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവർ കാണിച്ച വഴിയിലൂടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ബാപ്പുട്ടി ഹാജിമാർ ഉണ്ടാകണം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട കറാച്ചി ബാപ്പു ഹാജി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഉണ്ടാകണം. സ്വാത്വികന്മാരായ നേതാക്കന്മാർ, ഉമറാക്കൾ, ഉലമാ നമ്മുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഉണ്ടാകണം. അങ്ങനെ സാബിഖും ബിൽ ഖൈറാത്ത് അതിൽ പെടണം. ഇതിനില്ല, അതിന് തൗഫീഖാണ് അള്ളാഹുവിന്റെ സമ്മതപ്രകാരം. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അത് മഹത്തായ ഔദാര്യമാണ്. എന്താണ് ഇതിൽ പെട്ടാൽ കിട്ടുക? എന്താ നമുക്ക് കിട്ടുക? ജന്നാത്തു അദ്ൻ, ശാശ്വതമായ സ്വർഗം. യദ്ഖുലൂനഹ, ആ സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. യുഹല്ലൂന ഫീഹാ, ആ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അവർക്ക് ആഭരണമണിയിപ്പിക്കപ്പെടും. മിൻ അസാബിറ മിൻ ദഹബിൻ വലുഅ, സ്വർണത്തിനാലും മുത്തിനാലുമുള്ള വളകൾ അവർക്ക് അവിടെ വെച്ചുകൊണ്ട് അണിയിക്കപ്പെടും. വലിബാസുഹും ഫീഹാ ഹരീർ, അവർക്ക് ലഭിക്കുന്ന വസ്ത്രം പളപള മിന്നുന്ന പട്ടുവസ്ത്രമാണ്. വഖാലു, അവർ പറയും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനുള്ള സർവസ്തുതിയും, അല്ലദീ അദ്ഹബ അന്നൽ ഹസന, എങ്ങനത്തെ അല്ലാഹു സങ്കടത്തെ ഒഴിവാക്കിയിരിക്കുന്നു. ഇന്ന റബ്ബന ലഗഫൂറുൻ ശകൂർ, ഞങ്ങളുടെ റബ്ബ് പുറത്തു തരുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു. അല്ലദീ, എങ്ങനത്തെ റബ്ബ് അഹ്ലനാ ദാറുൽ മുഖാമ, ശാശ്വതമായ സ്വർഗത്തിലേക്ക് ഞങ്ങളെ അവൻ ഇറക്കിയിരിക്കുന്നു. മിൻ ഫളലി, അവന്റെ ഔദാര്യത്താൽ. ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലൂബ്, അവിടെ ആരെയും ഞങ്ങളെ വേദന സ്പർശിച്ചിട്ടില്ല, തളർച്ചയുമില്ല, വേദനയും തളർച്ചയുമില്ലാതെ കാലാകാലമുള്ള സ്വർഗത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നല്ല അടയാളങ്ങൾ സൃഷ്ടിക്കുന്നവരായി നാം മാറണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ വിഷയം ഏവർക്കും സ്വാഗത ഭാഷണം നടത്തുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ നമ്മുടെ ഈ മഹത്തായ വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഈ മഹത്തായ സ്ഥാപനത്തെ നെഞ്ഞിലേറ്റിക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു സാധാരണക്കാരെ പോലെ പ്രവർത്തിക്കുന്ന ജനാബ് ബഹുമാനപ്പെട്ട പി അബ്ദുൽ ഹമീദ് സാഹിബ് അവർകൾ MLA ആണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കോമണ്ണ ഉസ്താദ്, അഭിയുന്നരായ BSK തങ്ങൾ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈലി തിരൂർക്കാട്, ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി പോക്കോട്ടൂർ ഉസ്താദ്, പ്രിയങ്കരനായ ഷാഹുൽ ഹമീദ് മാസ്റ്റർ, അഭിയുന്നരായ പ്രിയപ്പെട്ട SYS ജില്ലാ ജനറൽ സെക്രട്ടറി
ബഹുമാനപ്പെട്ട സലീം എടക്കര ഉൾപ്പെടെയുള്ള എല്ലാ മഹത്തുക്കളായ നേതാക്കന്മാർ, എൻ്റെ സ്വാത്വികനായ എൻ്റെ പ്രിയപ്പെട്ട ശരീക്കും കൂടിയായ ബഹുമാനപ്പെട്ട സാലിം ഫൈലി, അൽഹംദുലില്ലാ തൊട്ടടുത്താണ് ജാമ്യയിൽ ഞങ്ങൾ ഇരുന്നിരുന്നത്. അദ്ദേഹം ചന്ദനം ചാരിയാൽ ചന്ദനം മുടക്കും. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഇൽമിലും എല്ലാവരുടെ ഇൽമിലും ബറക്കത്ത് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 2 വിഷയാവതരണം ഇവിടെ നടക്കാൻ പോകുന്നു. ഒന്ന്, പ്രിയങ്കരനായ അനർഗളം നിർഗളിക്കുന്ന വാഗ്വിലാസം പ്രധാനമായി ലഭിച്ച അഭിവന്ദരായ നൗഷാദ് ബാഖവി ചിറയൻകീഴ്, അതുപോലെ ഡോക്ടർ സാലിം ഫൈലി കൊളത്തൂർ, ഇവരുടെ ക്ലാസുകളും ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ സമർപ്പണ സന്ദേശവും ഇവിടെ നടക്കും. ഇവിടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഹത്തായ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ഷേഖുന MT ഉസ്താദ് അവറുകളാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇവിടെ എത്തും. ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പ്രസിഡിയം നിയന്ത്രിക്കും. ആ കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദുആ വസിയ്യത്തോടെ നമ്മിൽ നിന്നും മരിച്ചുപോയവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഒരു സഹോദരൻ 1.25 ലക്ഷം രൂപ BSK തങ്ങളെയും എന്നെയും ഏൽപ്പിച്ച് ഞങ്ങളത് ഇവിടെ നൽകിക്കഴിഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ വല്ലിപ്പ, അദ്ദേഹത്തിന്റെ പിതൃശ്രേഷ്ഠർ, അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വണ്ടൂരിലുള്ള ഒരു സഹോദരൻ, 5.5 വയസ്സായ കുട്ടിക്ക് വലിയ പ്രയാസമാണ്, സംസാരിക്കാനും നടക്കാനും പ്രയാസമാണ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ പൊന്നോമന പുത്രനും എല്ലാവർക്കും അല്ലാഹു തആല സമ്പൂർണ്ണ ശിഫാഇനെ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രൗഢമായ സദസ്സിൽ സന്ദേശ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രഭാഷണ കലയിലെ സകലമാന സൗന്ദര്യങ്ങളും വാക്കുകളിൽ ആവാഹിച്ചെടുത്ത വചനപ്രസാദം, ആമുഖങ്ങളില്ലാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്ന അപൂർവം പ്രഭാഷകരിൽ ഒരാൾ. അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ കുടുംബ ഭദ്രത നിലനിർത്താൻ ചിരിച്ചും ചിന്തിപ്പിച്ചും കുടുംബ സദസ്സുകളിലെ പകരം വെക്കാനില്ലാത്ത സുൽത്താൻ, യൂട്യൂബിലും വാട്സപ്പ് സ്റ്റാറ്റസുകളിലും 10,000 പ്രകാശനം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത വാഗ്മി ഉസ്താദ് സാലിം ഫൈലി കൊളത്തൂർ അവറുകൾ സന്ദേശ ഭാഷണം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ കുറിച്ചുള്ള ആളുകളുടെ വിലയിരുത്തൽ എങ്ങനെയെന്ന് അറിയാനേ ഇപ്പം പറഞ്ഞത് കേട്ടാൽ മനസ്സിലാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത്. ബാക്കിയുള്ള എല്ലാ നിഅമത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് നൽകിയതാണ്. വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന അൽ കഹ്ഫ് സൂറത്തിൽ തന്നെ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. കിതാബിനെ, ഖുർആനിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത് എന്ന് കാണാം. അഭിവന്ദനായ എൻ്റെ സുഹൃത്ത് ആനമങ്ങാട് ഫാത്തിഹ സൂറത്തിന്റെ ഫളായിലുകൾ പറഞ്ഞു. ശരിക്ക് അല്ലാഹു തആല നമുക്ക് ഫാത്തിഹ തന്നിട്ടില്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ട് നബി തങ്ങൾ നമുക്ക് തന്നതാണ്. ആതാക സബ്അം മിനൽ മസാനി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തും പരലോകത്തുമുള്ള എല്ലാ നിഅമത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് നൽകിയിട്ടുള്ളതും നബി തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളതുമാണ്. അല്ലാഹു തആല മഹ്ശറ വരെ സംവിധാനിച്ചിട്ടുള്ളത് മുത്തുനബിയെ ബോധ്യപ്പെടുത്താനാണെന്നാണ്. മഹ്ശറക്ക് 2 ഹിക്മത്താണ് മഹാന്മാർ പറഞ്ഞു വെച്ചത്. ഒന്ന്, അള്ളാഹുവിന്റെ നീതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് മഹ്ശറ സംവിധാനിച്ചതിന്റെ ഒരു ഹിക്മത്ത്. നമ്മൾ 5 വക്തിനും ദ്വാരന്നിട്ടും പെരപ്പണി കഴിയണില്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും, എന്താ റബ്ബേ ഇത് ഇങ്ങനെ. അങ്ങേപ്പുറത്തെ വേറൊരു ചങ്ങായി, ഓനെ പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ടെ വിഗ്ഗലുള്ളൂ, പക്ഷെ ഓന്റെ പെരപ്പണി അന്നോ തീർന്നല്ല, എന്താ ഞാൻ ഇങ്ങനെയെന്ന് തോന്നും. അതിന്റെ മറുപടി മഹ്ശറേന്ന് കിട്ടുന്നതാണ്. ഹിസാബ് എന്ന് പറഞ്ഞ സംഭവം
നന്മയും തിന്മയും കൂടെ ഒക്കെ തൂക്കിയാണ്ട് ഇങ്ങനെ ഇട്ടോന്ന് പറയലല്ല ശരിക്ക്. നമുക്കിട് ബോധ്യാവും ഞാൻ ഇങ്ങനെയാണ് എന്ന്. അതാണ് ശരിക്കും മഹ്ശറ എന്ന് പറഞ്ഞത്. സ്വർഗത്ത് പോണ ഒരാൾക്ക് പോലും അഭിപ്രായം ഉണ്ടാവില്ല ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന്. ഓന് തോന്നുക എനിക്കതിന് യോഗ്യത ഉണ്ട് എന്ന് തന്നെയാണ്. നരകത്ത് പോണ ഒരാൾക്ക് പോലും അഭിപ്രായം ഉണ്ടാവില്ല ഇങ്ങനൊന്നും ഞാൻ കരുതിയിട്ടില്ല എന്ന്. ഓന്റെ ഏട് കിട്ടുമ്പോ തന്നെ ഓനക്ക് അറിയും ഇന്നതൊക്കെയാണ് എനിക്ക് വരാനുള്ളത് എന്ന് ബോധ്യപ്പെടുത്തും. അപ്പൊ അള്ളാഹുവിന്റെ അതിൽ അവന്റെ നീതി എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ശർ സംവിധാനിച്ചിട്ടുള്ളത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, മനുഷ്യന്മാര് ചെമ്പിന്റെ തറയില് സൂര്യൻ ഒരു ചാൺ ഉയരത്തിൽ എന്നത് ആലങ്കാരികമാണ് എന്ന് വെച്ചാലും നല്ല ചൂടുണ്ടാവും എന്നുള്ളതിൽ തർക്കമൊന്നും ഉണ്ടാവില്ല. നെരിയാണി വരെ വിയർപ്പുള്ളവരും കാൽമുട്ട് വരെ വിയർപ്പുള്ളവരും ചെവി വരെ വിയർപ്പുള്ളവരും മൂക്ക് വരെ വിയർപ്പുള്ളവര് വിയർപ്പിൽ മുങ്ങിത്താഴുന്നവര് എല്ലാവരും ഉണ്ടാവും. 10,000 കൊല്ലം മഹ്ശറയിൽ ഈ ചെമ്പിന്റെ തറയിൽ വെയിലും കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആളുകൾ ഇങ്ങനെ പരസ്പരം പറയും എന്തപ്പോ ഈ നൃത്തം, എവിടെയൊന്ന് പോയോക്കണ്ടേ എന്ന് പറയും. അങ്ങനെ മുൻകാലത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ അടുത്തൊക്കെ പോകുമ്പോൾ എല്ലാരും പറയും നിങ്ങൾ അപ്പുറത്ത് പോയിക്കോളി. അങ്ങനെ പോയി അവസാനം മുത്തുനബിയുടെ അടുത്തെത്തുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നീച്ച് അർശിന്റെ താഴെ പോയി സുജൂദിൽ കിടക്കും. അപ്പോൾ മുഹമ്മദ് സൽ തൊഴുത്ത എന്ന് പറയപ്പെടുമെന്നാണ്. മുഹമ്മദെ തല ഉയർത്തു, എന്താണ് ആവശ്യമെങ്കിൽ അത് പറയാം എന്ന് പറയുമ്പോ പടച്ചോനെ എന്റെ അടിമകള് മഹ്ശറിൽ ആകെ അടങ്ങാറാണ്, ഓലൊന്ന് ഹിസാബ് ചെയ്യണം എന്ന് പറയുമെന്നാണ്. ശരിക്കും ഈ വിളിയിലൊരു പ്രത്യേകത ഉണ്ട് എന്നാണ്. മുഹമ്മദെ തല ഉയർത്തു എന്നാണ് പറയണത്. നബിയെ തല ഉയർത്തു എന്നോ റസൂലെ തല ഉയർത്തു എന്നോ അല്ല. വെള്ളം കണ്ട തൈമം പാത്തിലാവുന്നതാണ്. എന്തായാലും നീളൂല. മുഹമ്മദെ തല ഉയർത്തു എന്നാണല്ലോ പറയണത്. റസൂലെ തല ഉയർത്തു എന്നോ അല്ലെങ്കിൽ നബിയെ തല ഉയർത്തു എന്നോ അല്ല. ഈ വിളി ഇപ്പൊ നേരത്തെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന് പകരം ഇപ്പൊ അങ്ങനെ സാലിം ഫൈസി പ്രസംഗിക്കുന്നു തുണിയും കുപ്പായും തിരുമ്പുന്നവനായ എന്ന് പറയാൻ പാടില്ലല്ലോ. കാരണം എന്നാ തുണിയും കുപ്പായും തിരുമ്പലില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് പ്രസംഗിക്കാനുള്ള യോഗ്യത അല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. മുഹമ്മദെ തല ഉയർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തല ഉയർത്തു ഷഫാഅത്ത് ചെയ്യൂ എന്നതിന്റെ യോഗ്യത മുഹമ്മദിയത്താണ് എന്ന് വരും. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇപ്പം നമ്മളൊരാളെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോ സുന്നി യുവജന സംഘത്തിന്റെ ആനമങ്ങാട് സ്വാഗതം പറഞ്ഞു, സുന്നി യുവജന സംഘത്തിന്റെ മലപ്പുറം ജില്ല ഉപാധ്യക്ഷനായ എന്ന് പറയുമ്പോ അതാണ് സ്വാഗതം പറയാനുള്ള യോഗ്യത. ഒരു മനുഷ്യനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ. മഹ്ശറയില് മുത്തുനബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ വിളിക്കുന്നത് ഇർഫഅ റഅസക യാ മുഹമ്മദ് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നബി തങ്ങളെ പലതവണ വിളിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, ത്വാഹ, യാസീൻ തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചു. മുഹമ്മദ് എന്ന് വിളിക്കുന്നത് മഹ്ശറയില് ഷഫാഅത്തിന് വിളിക്കുമ്പോഴാണ്. അതിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കും, മുഹമ്മദീയത്താണ് യഥാർത്ഥത്തിൽ ഷഫാഅത്തിന്റെ യോഗ്യത എന്ന് മനസ്സിലാവും. റിസാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് ആയിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതാണ്. നുബുവത്തും 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. 40 വയസ്സിന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ ഓൻ ഗേറ്റിന്റെ അപ്പുറത്തേക്കാണ് നിൽക്കേണ്ടി വരും എന്നതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ വിഭാവനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. ഇസ്ലാം ദീനിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആകെ പഠിക്കാനുള്ളത് മുഹമ്മദ് നബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ വിമർശകർ ഏറ്റവും കൂടുതൽ വിമർശിക്കാറുള്ളതും മുഹമ്മദ് നബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കുന്നവർ പഠിക്കേണ്ടതും മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദറൊക്കെ കൂടി മനസ്സിലായിട്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വരിക എന്നുള്ളതൊന്നും ഉണ്ടാവില്ല. അള്ളാനെ മനസ്സിലായിട്ട് ഇസ്ലാമിക്ക് വരിക എന്നുള്ളത് ഉണ്ടാവില്ല. ഇസ്ലാമൊക്കെ ആദ്യമായിട്ട് വന്നത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മുഹമ്മദ് നബിനെ മനസ്സിലായപ്പോഴാണ് വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അള്ളാനെ മനസ്സിലായി, പിന്നെ ഖദർ മനസ്സിലായി, പിന്നെ സ്വർഗം മനസ്സിലായി, പിന്നെ നരകം മനസ്സിലായി. അങ്ങനെയൊക്കെ പിന്നെയാണ് മനസ്സിലാകുന്നത്.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് മുഹമ്മദ് നബിയെ മനസ്സിലായപ്പോഴാണ്. അങ്ങനെ ഓരോ പ്രമുഖർ, ഖദീജ ബിവി റളിയല്ലാഹു അൻഹയാണ് പെണ്ണുങ്ങളെ കൂട്ടുന്ന ആദ്യം വന്ന ആള്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ മുസ്ലിമായതിനു ശേഷം ഒരിക്കൽ നബിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയാക്കി നിയോഗിക്കുന്നതിന്റെയും 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ പഠിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ ഈ സെഷനിൽ അധികരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രമുഖ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി അവர்கள் എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരാമുഖം നിർവഹിക്കുക എന്നതാണ് എന്റെ ദൗത്യം. അത് നിർവഹിച്ചു എന്ന് ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദുആ ചെയ്യണം എന്ന് ലഭിച്ച ഈ സന്ദർഭത്തിൽ വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂഫി സൗരഭ്യത്തിന്റെ കാൽപ്പാടുകൾ കഥ പറഞ്ഞൊഴുകുന്ന PMSA പൂക്കോയത്തങ്ങൾ നഗരിയിൽ വാക്കുകളിൽ ഉദ്ഭവിക്കുന്ന ഇന്ദ്രജാല പ്രവാഹങ്ങളിലൂടെ പരശതങ്ങളുടെ മാനസങ്ങളിൽ മതകീയ മൂല്യങ്ങളുടെ മഹിതമന്ത്രം തീർത്ത അറിവിൻ അമൃതൊഴുകുന്ന വചനധാരകൾ കൊണ്ട് ആസ്വാദന ഹൃത്തടങ്ങളെ പ്രഭാമയമാക്കിയ മാസ്മരിക പ്രസംഗജാലം ഉസ്താദ് AM നൗഷാദ് ബാക്കവി ചിറയിൻകീഴ് ഇഷ്ടം മുത്തുനബിയോട് എന്ന വിഷയത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു. ഉസ്താദ് അവറുകളെ സാദരം ക്ഷണിക്കുന്നു. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. صلاة الله سلام الله على طه رسول الله. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നമുക്കൊന്ന് ചൊല്ലിയാലോ നല്ല റാഹത്തായിട്ട് എല്ലാവരും? ബിസ്മില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. റസൂലുണ്ടെങ്കിൽ ഭയമില്ല, മരിക്കാൻ നേരം കരയില്ല, ചിരിക്കാനായി വരൂമുല്ല ഹബീബേ യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇങ്ങനെ ഒരു വിശാല വിസ്തൃതമായ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം തീർത്ത പുണ്യ നഗരിയിൽ നിങ്ങൾ ഇത്രയും ആളുകളെ കൊണ്ട് ആ സ്വലാത്തൊന്ന് ചൊല്ലിപ്പിക്കാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യ നിമിഷമാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഗുരുനാഥന്മാർ, സയ്യിദന്മാർ, സാദാത്യങ്ങൾ, സമസ്തയുടെ കർമ്മധീരരായ ആത്മീയ പ്രകാശ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന വിശിഷ്യ ആമിലയുടെ ഉൾപ്പെടെ മറ്റ് ഹാദിമീങ്ങളായ സഹപ്രവർത്തകരായ സഹോദരങ്ങളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം ആമിലക്കു വേണ്ടി കോട്ടണിഞ്ഞിരിക്കുന്നവരുടെയും അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരുമിച്ച് കൂടിയ നമ്മുടെയും എല്ലാം മനസ്സിൽ മദീനയെ പതിപ്പിച്ചു വെച്ച് മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ഒരു സദസ്സാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. നല്ല പനിയും ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ജാമിയയുടെ പ്രോഗ്രാമിന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു വലിയ അവസരം ഹസൻ സഖാഫി ഉസ്താദ് വിളിച്ച് തരുമ്പോൾ എന്ത് വില കൊടുത്തും അതിൽ എത്തുക എന്നത് ഈ എളിയവന്റെ ഒരു വലിയ അഭിമാനവും ഇസ്സത്തും കൂടിയാണ്. എത്രയോ ഈ സ്ഥാപനത്തിന്റെ ഉള്ളിൽ രാത്രികാലത്ത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട മഹാന്മാരുണ്ടായിട്ടുണ്ടാവും. എത്ര മുത്തഅല്ലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാനിന്ന് ജനശതാബ്ദിയിൽ തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് കയറി വരുമ്പോൾ തിരുവനന്തപുരം ദാറുൽ ഹുദയുടെ ലീവിന്റെ ദിവസമായിരുന്നു. അപ്പൊ അവിടുത്തെ മുത്തഅല്ലിമീങ്ങളെല്ലാം തമ്പാനൂരിൽ നിന്ന് തിരുവനന്തപുരം സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഷൊർണൂർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുമ്പോൾ ആ കുട്ടികളൊക്കെ കുറച്ചുപേരും ഒന്ന് ഫോട്ടോ എടുക്കുകയും സംസാരിക്കുകയും ചെയ്ത കൂട്ടത്തിൽ ഒരു കുഞ്ഞു മകൻ, ചിലപ്പോൾ ഈ വർഷമാണ് അഡ്മിഷൻ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്, എനിക്കും എന്റെ ഉമ്മാക്കും എന്റെ ഉപ്പാക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ ഉസ്താദ് ദുആ ചെയ്യണം എന്ന് ആ പൊന്നുമോൻ പറഞ്ഞപ്പോൾ സത്യത്തിൽ എവിടം മുതൽ എവിടം വരെയാണ് ആ ഇഷ്ടം ഇങ്ങനെ പരന്നു കിടക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ചിലപ്പോ നിങ്ങളിൽ ആരും മനസ്സിലാക്കിയതിന്റെ അത്രത്തോളം ആ കുഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നില്ല. ചിലപ്പോ ആ കുഞ്ഞു മനസ്സിലാക്കിയതിന്റെ അത്രത്തോളം നമ്മളും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അതൊരു വലിയ അത്ഭുത പ്രതിഭാസമാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. ഒരു പ്രഭാഷണമായിട്ട് ഇതിനെ കാണരുത്. ഒരു ചെറിയ ഇഷ്കിന്റെ അല്ലെങ്കിൽ മഹബത്തിന്റെ ഒരു ഹൃദയം തുറക്കൽ മാത്രമായി കണ്ടാൽ മതി. കിട്ടിയ അവസരത്തെ ഞാൻ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിൽ ളുഹർ നമസ്കാരത്തിനും അസ്ർ നമസ്കാരത്തിനും കഴിഞ്ഞുപോയ ചില വഖത്തുകളിലൊന്നും താൻ ഏറെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സ്വഹാബിയെ കണ്ടിട്ടില്ല. ആ സ്വഹാബിയുടെ പേര് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു എന്നായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയങ്കരരായ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു എവിടെയാണ്? കഴിഞ്ഞ വഖത്തുകളിലൊന്നും കാണുന്നില്ല. ഒരു വഖത്ത് നമസ്കാരവും പള്ളിയിൽ നിന്നല്ലാതെ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിരുന്നില്ല. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ നിസ്കാരമൊക്കെ വീട്ടിലാണ്. വാതിലെല്ലാം അടച്ച് റൂമൊക്കെ അടച്ചിട്ട് അവിടെയാണ്. അങ്ങനെ പുറത്തേക്കുള്ള യാത്ര വളരെ കുറവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സാബിത്തിനെ വിളിച്ചുകൊണ്ട് വരിക. ഒരു സഹാബി പോയി. ആദ്യം വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ വിളിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നറിഞ്ഞപ്പോൾ പതിയെ വാതിലുകൾ തുറന്നു. കാരണം എന്താ? അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول. അള്ളാഹുവെ, മണ്ണിലിരുന്ന് ഞങ്ങളിങ്ങനെ മനസ്സറിഞ്ഞ് ചൊല്ലുന്നതിന്റെ പുണ്യം കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് ആ ഒരു സൗകുമാര്യതയുടെ നിറവും മണവും ആസ്വദിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹുവെ ഞങ്ങളുടെ ഒരു വെള്ളിയാഴ്ച രാവിൽ ഒന്നുകൂടി കിടക്കുന്ന ഒരു രാത്രിയിൽ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ.
ആമിലയുടെ ആമീനിന് പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ദുആ അങ്ങനെ ചെയ്യുന്നത്. കാരണം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് കോട്ടണിഞ്ഞവരാണ്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിന് അറിയാം, എന്റെ ഉമ്മ വിളിക്കുന്ന പോലെയല്ല, എന്റെ ഉപ്പ വിളിക്കുന്ന പോലെയല്ല, എന്റെ മറ്റാരും ദുനിയാവിൽ എന്നെ വിളിക്കുന്ന പോലെയല്ല, പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു നടന്ന് ആ സ്വഹാബത്തിന്റെ കൂടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നു. ഈ കാണാതിരിക്കുമ്പോ പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ആദ്യത്തെ കാഴ്ചയിൽ ഉണ്ടാകുന്നത് സന്തോഷത്തെക്കാൾ കൂടുതൽ കണ്ണീരാണ്. പുന്നാര ഹബീബ് പൊട്ടിക്കരഞ്ഞു. അതിലേറെ കരഞ്ഞ് സാബിത്ത് റളിയല്ലാഹു അൻഹു ഒന്ന് വാരിപ്പുണർന്നു. ഹബീബേ, മാപ്പാക്കണം റസൂലേ, അങ്ങയെ കാണാത്ത കുറെ മണിക്കൂറുകൾ എന്റെ ജീവിതത്തിൽ വന്നുപോയത് എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സാബിത്തേ, എന്തേ വരാത്തത് നീ പള്ളിയിൽ? സാബിത്ത് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹബീബേ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇറങ്ങിയ ഒരു ആയത്തുണ്ടല്ലോ ഹബീബേ, എന്റെ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട്, എന്റെ ഹൃദയം ഇങ്ങനെ വെന്തുരുകുന്നുണ്ട് റസൂലേ. ചിന്തിച്ചിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ഈ ആയത്ത് പാരായണം ചെയ്ത് സാബിത്ത് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. നബിയെ, അങ്ങക്കറിയാലോ, എനിക്ക് ശബ്ദം കൂടുതലാണ്. ഖതീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖതീബ്, പ്രഭാഷകൻ എന്നാണ് സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അറിയപ്പെടുന്നത്. സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് കേൾവി അല്പം കുറവാണ്. കേൾവി കുറവായവർ സംസാരിക്കുമ്പോൾ സംസാരത്തിന്റെ ശക്തി കൂടും. അങ്ങനെയാണ്. കേൾവി കുറച്ചുള്ളവര് സംസാരത്തിന് ശക്തി കൂടുതലുള്ളവരാണ്. സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നല്ല ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളാണ്. അവിടുന്ന് പറഞ്ഞു, പുന്നാര ഹബീബേ, അങ്ങയുടെ ഈ മദീനയുടെ മണ്ണിലൂടെ ഞാൻ നടക്കുമ്പോ എന്റെ ശബ്ദം ഇങ്ങനെ കൂടിപ്പോകാറുണ്ട് റസൂലേ. ഞാനിങ്ങനെ സംസാരിക്കുമ്പോ അതല്പം ശക്തി കൂടിപ്പോയാൽ അത് അങ്ങയോടുള്ള എന്റെ ഒരു മര്യാദക്കേടായി മാറിപ്പോകുമല്ലോ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്ന് ഓഫ് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും തിരിച്ചു വെച്ചാലും മതി, അങ്ങോട്ട് തിരിച്ചു വെച്ചാലും മതി. അപ്പോ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മദീനയിലൂടെ അങ്ങയുടെ ശബ്ദത്തെക്കാൾ എനിക്ക് ശബ്ദം ഉയർത്തേണ്ടി വരും ഹബീബേ. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയൂല ഹബീബേ. ഞാനത് ആലോചിച്ചിട്ട് ഞാൻ വീട്ടിനകത്ത് കിടന്ന് ഉരുകുകയായിരുന്നു എന്ന് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലസ്ത മിൻഹും, നീ അതിൽ പെട്ടിട്ടില്ല സാബിത്തേ, നീ അതിൽ പെട്ടിട്ടില്ല. സ്വാഭാവികമായും നിന്റെ സംഭാഷണമാണ് അത്, അതുകൊണ്ട് നീ അതിൽ പെടില്ല. പക്ഷേ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം മാറ്റാൻ, ഇഷ്ടപ്പെടുന്നവരെ, സ്നേഹിക്കുന്നവരെ, പ്രിയം വെക്കുന്നവരെ, അവരുടെ സങ്കടവും നൊമ്പരവും മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സമ്മാനങ്ങൾ കൊടുക്കലുണ്ട്. നമ്മുടെ സ്നേഹം അത്തരത്തിലുള്ളതാവണം. നാം അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതും പ്രിയം വെക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്തെങ്കിലുമൊക്കെ സമ്മാനം അവിടെ നിന്ന് തിരികെ നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. സ്വാഭാവികമായി ലഭിക്കും. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ചില ആളുകൾ അങ്ങനെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരണപ്പെടലുണ്ട്. മാഷാ അല്ലാഹ്, നമ്മുടെ പ്രിയങ്കരനായ MD ഉസ്താദ് വിശ്രമമില്ലാത്ത ഓട്ടത്തിനിടയിൽ ജാമിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഉസ്താദ് തമിഴ്നാട് ഫുള്ള് ഏറ്റെടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഒരുപാട് സ്ഥലത്ത് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. ഉസ്താദിന്റെ കൂടെയുള്ള തങ്ങൾ അയച്ചു തന്നതാണ്. അവിടുത്തെ ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റും അതിന്റെ ഫൗണ്ടേഷനും ഒക്കെ മാഷാ അല്ലാ മാഷാ അല്ലാ. അള്ളാഹുവെ എല്ലാ സ്ഥലത്തും സമസ്തയുടെ ഈ പ്രകാശത്തെ പരത്താൻ ആഫിയത്തോടെ ഓടി നടക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനും കൂടെ പിന്നാലെ ഓടിയെത്താൻ നമുക്കും നീ നൽകണേ റഹ്മാനെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം. അപ്പൊ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന് 3 സമ്മാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സങ്കടം കണ്ടപ്പോ തന്നോടുള്ള മഹബ്ബത്തിന് പകരമായി കരയുന്നവരെ കണ്ണീരൊപ്പാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും കൂടെ നിൽക്കും. ആ 3 സമ്മാനം എന്ത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. നമുക്കും അതുപോലെ സമ്മാനങ്ങൾ കിട്ടാനുള്ള മാർഗം, ആ ഇഷ്ടം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതൊക്കെ പറയാം ഇൻഷാ അല്ലാഹ്. പ്രിയങ്കരനായ MD ഉസ്താദ് അവറുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. പ്രൗഢമായ സദസ്സിന്റെ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി കാലഘട്ടത്തിന്റെ ഇബ്നു ഹജർ, കണ്ണിയത്ത് ഉസ്താദിന്റെയും ഷംസുൽ ഉലമയുടെയും പ്രിയ ശിഷ്യൻ, ആയിരക്കണക്കിന് പണ്ഡിത മഹത്തുക്കളുടെ ഗുരുവര്യർ, സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രഗത്ഭനായ ജോയിന്റ് സെക്രട്ടറി, ഒട്ടനവധി മഹല്ലുകളുടെ ഖാലിസ്ഥാനം അലങ്കരിക്കുന്ന സമസ്ത കേന്ദ്ര മുഷാവറ അംഗം, നിഷ്കളങ്കരും നിസ്വാർത്ഥരുമായ പണ്ഡിത വരണ്യർ, വിനയത്തിന്റെ പുസ്തകത്തിൽ ലാളിത്യത്തിന്റെ കവിത രചിച്ചവർ, ഒച്ചപ്പാടുകൾക്കൊപ്പം നടന്നു നീങ്ങാതെ അനിവാര്യമെന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ മാത്രം മൗനം ഭേദിച്ച പണ്ഡിത കേസരി, പഴയകാല ഉലമായിലെ അവസാന കണ്ണി ശൈഖുന MT ഉസ്താദ് അവറുകൾ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നു. അഭിവന്യരായ ഉസ്താദുമാരെ, സാദാത്തുക്കളെ, പ്രിയമുള്ള സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രാക്ടിക്കൽ വിങ്ങായ ആമില പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് الحمد لله الملك الحق المبين الحمد لله الملك الحق المبين الحمد لله الملك الحق المبين ذي القوة المتين. الصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم. ബഹുമാനികളെ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരുടെയും മാതൃകാ സ്ഥാപനം നമ്മുടെ പ്രിയപ്പെട്ട മാതൃകാ സ്ഥാപനം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ വാർഷിക സനദ്ദാന മഹാസമ്മേളനം
നടക്കുകയാണ്. സമ്മേളനങ്ങളുടെ കാലമാണ്. ഇനി മുതൽക്ക് നമുക്ക് സമ്മേളനങ്ങളുടെ കാലമാണ്. സമ്മേളനങ്ങളുടെ കാലമാണെങ്കിലും ചില സമ്മേളനങ്ങൾക്ക് വലിയ പ്രാധാന്യത്തോടുകൂടെയാണ് നാം എല്ലാവരും കാണുന്നത്. ജാമിയ നൂരിയ അറബി കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഉന്നത ഉപരി പഠന മതകലാലയമാണ്. ഈ സ്ഥാപനത്തെ നമ്മുടെ മഹത്തുക്കളായ സാദാത്തുക്കളും മഹാന്മാരായ ഉസ്താദുമാരും പ്രിയപ്പെട്ട നമ്മുടെ ഉമറാക്കളും ഒത്തുചേർന്നുകൊണ്ട് വളർത്തിയെടുത്ത ഒരു മഹത്തായ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന്റെ മഹത്വം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം ഉന്നത മതകലാലയങ്ങളിലെല്ലാം തന്നെ അതിന് നേതൃത്വം വഹിക്കുന്നത് ഈ സ്ഥാപനത്തിൽ നിന്നും പുറത്തിറങ്ങിയ പണ്ഡിത മഹത്തുക്കളാണ്. എത്രത്തോളം ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാൾ സ്ഥാനത്തിരിക്കുന്നത് തന്നെ ഇവിടെ നിന്നും പഠനം പൂർത്തിയാക്കിയ ഇവിടത്തെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയാകുന്ന ഷെയ്ഖുന അരിക്കുട്ടി ഉസ്താദ് അവറുകളാണ്. അതുപോലെ ഉള്ള നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നമുക്കറിയാലോ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്രയും നമുക്ക് എല്ലാവർക്കും നേതൃത്വം വഹിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് ജാമിയ നൂരിയ അറബിയ. ഇതിന്റെ വാർഷിക സമ്മേളനം എന്ന് പറയുന്നത് ഒരു വലിയ ആഘോഷമായിട്ടാണ് കേരള മുസ്ലിംകൾ കാണുന്നത്. പട്ടിക്കാടുള്ള ജാമിയ നൂരിയ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും നമ്മുടെ സഹോദരന്മാർ കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതേ പ്രകാരം തന്നെ അടുത്തു വരാനിരിക്കുന്ന സമ്മേളനങ്ങൾ SKSSF-ന്റെ 35-ാം വാർഷികം ഇവിടെ നടക്കാൻ പോകുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100-ാം വാർഷികം അത് 2026-ൽ നടക്കാൻ പോവുകയാണ്. അതിന്റെ ഉദ്ഘാടന മഹാസമ്മേളനം ബാംഗ്ലൂരിൽ പാലസ് നഗർ എന്ന് പറയുന്ന മൈതാനിയിൽ അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ചില മൈതാനികളും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ മഹാസമ്മേളനം അവിടെ നടക്കുകയാണ്. വലിയ ആവേശം ബാംഗ്ലൂരിലുള്ള നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, സമസ്തയുടെ ഒരു വലിയ മഹാസമ്മേളനം ബാംഗ്ലൂരിൽ വെച്ച് നടത്തപ്പെടുന്നു എന്നതിൽ അവർക്ക് വലിയ സന്തോഷവും വലിയ ആവേശവുമാണ് ഉണ്ടായിട്ടുള്ളത്. കന്നഡയുടെ, പ്രത്യേകിച്ച് ദക്ഷിണ കർണാടകയിലൊക്കെ ഉള്ള സഹോദരന്മാരൊക്കെ വളരെ ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അത് വമ്പിച്ച വിജയമാക്കി തീർക്കാൻ നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, കാരണം ഇവിടെ നമ്മളുടെ പ്രിയങ്കരനായ സഹോദരൻ നൗഷാദ് ബാക്കവിയുടെ മഹത്തായ പ്രഭാഷണം തുടരേണ്ടതുണ്ട്. ഓതിവെച്ച ഒരു ഖുർആൻ സൂറത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറകളിൽ ഒന്നാണ് സൂറത്തുൽ അസ്ർ. ഈ സൂറത്തുൽ അസ്ർ
ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖുർആനിൽ നീ ഒരു സൂറ മാത്രം എടുത്ത് അമൽ ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് അത് തന്നെ മതിയാവുന്നതാണ് എന്ന്. അത്രയും വലിയ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ, ഒരു മുഅ്മിനായ മനുഷ്യന് ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങളാണ് ആ ചെറിയ സൂറയിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ അസ്രി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ അസ്രി, കാലത്തെ തന്നെയാണ് സത്യം. ആ സൂറയുടെ പേര് സൂറത്തുൽ അസ്ർ എന്നാണ്. അസ്ർ എന്ന് പറഞ്ഞാൽ കാലം. വേറെയും ചില തഫ്സീറുകളൊക്കെ ഉണ്ട്. കാലം എന്ന് പറയുന്നത് കുറെ സമയങ്ങൾ കൂടുമ്പോൾ അതിന് കാലം, കഴിഞ്ഞ കാലം, ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. കാലം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് കാലം എന്നൊന്നില്ല. അള്ളാഹു അനാദിയാണ്. കാലത്ത് സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ഉള്ളവനാണ് അള്ളാഹു. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ ഒന്നും തന്നെ മുമ്പില്ല. ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിക്കുകയും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളും അതിന്റെ ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ പരസ്പരം ചേർത്തി നോക്കിക്കൊണ്ട് ഉണ്ടായ ഒന്നാണ് കാലം എന്ന് പറയുന്നത്. കാലങ്ങളിലാണ് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലത്തെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യുമ്പോ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെയും പിടിച്ച് സത്യം ചെയ്തതിന് തുല്യമാണ്. അപ്പൊ വലിയ സത്യമാണത്. വൽ അസ്രി, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, സകല മനുഷ്യനും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ടവരൊഴികെ. വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മം പ്രവർത്തിച്ചവരൊഴികെ. വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരൊഴികെ. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. 6 കാര്യങ്ങളാണ് ഈ സൂറയിൽ നിന്ന് പ്രത്യേകമായി നമ്മൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ളത്. ഒന്നാമതായി സത്യം. കാലത്തെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യുമ്പോ ഈ കാലങ്ങളിലൂടെ കഴിഞ്ഞുപോയ സകല ചരിത്രങ്ങളിലേക്കും അത് വിരൽ ചൂണ്ടുകയാണ്. ചരിത്രാതീതകാലം, ചരിത്രാധീനകാലം, പല കാലങ്ങളുണ്ട്. ആ കാലങ്ങളിൽ കഴിഞ്ഞുപോയ പ്രത്യേകിച്ച് മനുഷ്യന്റെ ചരിത്രം, അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. അന്ന് മുതൽക്ക് ഇന്ന് വരെയുള്ള മനുഷ്യന്റെ ചരിത്രം, 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ കഴിഞ്ഞുപോയി, അവരുടെ സമൂഹങ്ങൾ കഴിഞ്ഞുപോയി. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്, നബി തങ്ങളുടെ സഹാബത്ത്, ഉമ്മത്ത്, ഇന്ന് വരെ കഴിഞ്ഞുപോയ ചരിത്രം. ഈ ചരിത്രങ്ങളെല്ലാം നമ്മൾ അയവിറച്ച് അതൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കി അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠനം നടത്തണം, പഠിക്കണം, ചരിത്രം പഠിക്കണം. ചരിത്ര പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കി തീർക്കുന്ന വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്ന ഒന്നാണ് ചരിത്ര പഠനം എന്ന് പറയുന്നത്. ചരിത്ര പഠനം ചരിത്രത്തിന് വേണ്ടി ആവരുത്. ചരിത്ര പഠനം അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ, അവരുടെ സമൂഹങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ശിക്ഷകൾ, ഓരോ നബിമാരുടെയും സമുദായത്തിനും ഉണ്ടായിട്ടുള്ള അവരുടെ ചരിത്ര സംഭവങ്ങൾ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വിവരിച്ചു തന്ന് ബുദ്ധിമാനികളായ മനുഷ്യരോട് അതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ഉപദേശിക്കുകയും അതിൽ നിന്ന് ഉറുതി സിദ്ധിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തു.
അപ്പൊ അതൊക്കെ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒന്നാണ് വൽ അസ്രി എന്ന ഈ സത്യം. ഒന്നാമതായി നമ്മൾക്കുള്ള ഈ സൂറയിലുള്ള ഒരു കാര്യം അതാണ്. രണ്ടാമതായി ഈ ചരിത്ര പഠനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവും, കഴിഞ്ഞകാല ചരിത്ര പഠനങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകും മനുഷ്യ സമൂഹം രണ്ട് വിഭാഗമാണെന്ന്. വിജയികളും പരാജയപ്പെട്ടവരും. ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ ആറ്റിക്കുറുക്കി ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ട് വിഭാഗം. ഒന്ന് അഹ്ലുൽ ഫൗസ്, ഒന്ന് അഹ്ലുൽ ഖുസ്റാൻ, നഷ്ടപ്പെട്ടവരും വിജയിച്ചവരും. ഇതെങ്ങനെ ാണ് വേർതിരിക്കുക? ആരാണ് വിജയികൾ, ആരാണ്? തീർച്ചയായും സകല മനുഷ്യരും ലഫീ ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തിയോടുകൂടെയാണ്. ഞാൻ നിർത്തണം. സകല മനുഷ്യരും നഷ്ടത്തിൽ തന്നെയാണ്. അപ്പൊ ഒരു വിഭാഗം അതാണ്, അവരെയാണ് ആദ്യം പറയുന്നത്. നഷ്ടത്തിൽപ്പെട്ടവർ ദുനിയാവിലും ആഖിറത്തിലും അവർ നഷ്ടത്തിലാണ്. പ്രത്യേകിച്ച് മരണാനന്തര പരലോക ജീവിതത്തിൽ അവർ നഷ്ടത്തിലാണ്, വലിയ നഷ്ടത്തിലാണ്. അപ്പൊ ഒരു വിഭാഗം അവിടെ ആയി, നഷ്ടത്തിന്റെ ഒരു വിഭാഗം അവിടെ ആയി. ഇനി രണ്ടാമത്തെ വിഭാഗം, മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണെന്ന് പറഞ്ഞതിന്റെ ശേഷം രണ്ടാമത്തെ വിഭാഗം, ഇല്ലല്ലദീന ആമനൂ, സത്യവിശ്വാസം ഉൾക്കൊണ്ടവരൊഴികെ, പൂർണമായും സത്യവിശ്വാസം, ഈമാൻ കാര്യങ്ങൾ അതിൽ വിശ്വസിക്കേണ്ട മാതിരി വിശ്വസിച്ച് ആ സത്യവിശ്വാസം ഉൾക്കൊണ്ടവർ ഒഴികെ, ഒന്ന് വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ. രണ്ടാമത്തതാണ് സൽക്കർമ്മം, സാലിഹാത്ത്, അൽ അഅ്മാലു സാലിഹ, സ്വാലിഹായ അമലുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരും ഒഴികെ. രണ്ടായി. മൂന്നാമത്തത് വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. സത്യം കൊണ്ട് ഉപദേശിക്കുക. ബഹുമാനപ്പെട്ട ശൈഖുനാ കോട്ടുമല ഉസ്താദ് ഇവിടെ ഉസ്താദന്മാർക്ക് യാത്രയപ്പ് എല്ലാ വർഷവും നൽകുമ്പോ പറയുന്ന ഒന്നാണ്, ദുർമഅൽ ഹഖ് ഹൈസുദാറ, എവിടെയാണോ സത്യം അതിന്റെ കൂടെ നീ ചുറ്റി സഞ്ചരിക്കണം. അപ്പൊ സത്യത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചാൽ മാത്രം പോരാ, ആ സത്യം കൊണ്ട് മറ്റുള്ളവരോട് ഉപദേശിക്കുകയും കൂടി വേണം. പരസ്പരം ഉപദേശിക്കണം. തവാസോ, അവര് പരസ്പരം ഉപദേശിച്ചു ബിൽ ഹഖ്, സത്യം കൊണ്ട്. മൂന്നായി. നാലാമത്തെ കാര്യം വതവാസോ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചു. സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചു, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചു. അപ്പൊ ഇവിടെ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് വിജയികൾ. അപ്പൊ പരാജയപ്പെട്ടവരെ വേർതിരിച്ചു, വിജയിച്ചവരെ വേർതിരിച്ചു. എന്താ വേണ്ടത്? ഈമാൻ കാര്യം, അക്കായിദ്, അമലിയാത്ത്, താരീഖ്, അക്കായ ചരിത്രം, തസവുഫ്, ആത്മീയത, സബ്ർ എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത് ഉമ്മുൽ അഖ്ലാഖാണ്. മഹ്മൂദായ സ്വഭാവങ്ങളുടെ മാതാവാണ് ക്ഷമ എന്ന് പറയുന്നത്. മനുഷ്യന് ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. ആ ക്ഷമയിൽ നിന്നാണ് മറ്റുള്ള സൽസ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ സ്വഭാവ ശുദ്ധീകരണത്തിലേക്ക്, ആത്മീയതയിലേക്കാണ് അത് സൂചിപ്പിക്കുന്നത്, വിരൽ ചൂണ്ടുന്നത്. അപ്പൊ 4 കാര്യങ്ങളാണ്. എന്താണ് 4 കാര്യം? ഒന്ന് ഈമാന്, അക്കായിദ്, മറ്റൊന്ന് അമല്, സ്വാലിഹായ അമല്, മറ്റൊന്ന് സത്യത്തിൽ ഉറച്ചു നിൽക്കുക.
മറ്റൊന്ന് ക്ഷമയുള്ളവരാവുക. ഇവർ വിജയികളാണ്. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ 11,000-ത്തോളം മദ്രസകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധമായ ഖുർആൻ സൂറയെ അടിസ്ഥാനമാക്കിക്കൊണ്ട പ്രധാന വിഷയങ്ങൾ എന്താണ്? അക്കായിദ്, പിന്നെ അമലിയാത്ത്, പിന്നെ സത്യസന്ധമായ ചരിത്രം, അഖ്ലാഖ്, അതാണ് ആത്മീയത. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മനുഷ്യരെ വിജയത്തിലേക്ക് നയിക്കുന്ന, നമ്മളുടെ മക്കളെ വിജയത്തിലേക്ക് നയിക്കുന്ന നല്ല സിലബസ് അനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനം ജാമിഅ നൂരിയ അറബിക് കോളേജ്. അതിന്റെ സിലബസ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ തുടങ്ങിയുള്ള മഹത്തുക്കൾ അവരുടെ നേതൃത്വത്തിലുണ്ടാക്കിയ സിലബസ് ഈ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിലബസാണ്. നമുക്കിവിടെ ജാമിഅ നൂരിയ അറബിക് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നാൾക്കുനാൾ അത് ഉയർന്നുകൊണ്ടും വളർന്നുകൊണ്ടും ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, 500 കുട്ടികൾ ഇവിടെ പഠിക്കണമെന്ന്. 500 കുട്ടികൾ മരിക്കുന്നത് വരെ എല്ലാ വർഷവും പറയും 500 കുട്ടികളാക്കണം നമ്മൾക്ക്. ഇപ്പൊ 500ന്റെ ഇരട്ടിയായി. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ആ മക്കയിൽ ജന്നത്തുൽ മുഅല്ലയിൽ കടന്നുറങ്ങിക്കൊണ്ട് ആ ഉറക്കിന്റെ ഇടയിൽ നമ്മളുടെ ഇതൊക്കെ കണ്ട് വളരെ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടുണ്ടാവും. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ, ശൈഖുനാ കോട്ടുമല ഉസ്താദ്, അതേ പ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ഗണ്ണിയത്ത് ഉസ്താദ് തുടങ്ങിയുള്ള നമ്മുടെ മശായിഖുമാർ, ഉസ്താദുമാർ, മൺമറഞ്ഞു പോയ ധാരാളം ഇവിടെ സേവനം ചെയ്ത് മൺമറഞ്ഞു പോയ മഹത്തുക്കളായ ഉസ്താദന്മാർ, അതേ പ്രകാരം തന്നെ സാദാത്തുക്കൾ, മഹാന്മാരായ സാദാത്തുക്കൾ, മൺമറഞ്ഞു പോയ മഹത്തുക്കളായ പാണക്കാട് സാദാത്തുക്കൾ, അതുപോലെ ഇതിന് സഹായിച്ച, ഇതിന് നേതൃത്വം വഹിച്ച കഴിഞ്ഞ കാലത്തിൽ നമുക്കൊക്കെ ഓർമ്മയുണ്ട്. എത്ര കമ്മിറ്റി ഭാരവാഹികളോടെ വന്നിരുന്ന കാലഘട്ടം നമ്മൾക്ക് ഓർമ്മയുണ്ട്. വയനാടിൽ നിന്ന്, കോഴിക്കോട് നിന്ന്, പാലക്കാട് നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, പല ജില്ലകളിൽ നിന്ന് വന്ന കമ്മിറ്റി ഭാരവാഹികൾ, ഇതിനെ സഹായിച്ച ധാരാളം ആളുകൾ, അവരൊക്കെ കണ്ണു കുളിർമയായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട ആമില സുഹൃത്തുക്കൾ, SYS എന്ന് പറയുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം, സുന്നി യുവജന സംഘം അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 14 കീഴ്ഘടകങ്ങളിൽ ശക്തമായ ഒരു കീഴ്ഘടകമാണ് സുന്നി യുവജന സംഘം. സുന്നി യുവജന സംഘത്തിന്റെ അതിന്റെ പ്രവർത്തനങ്ങൾ, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ആമില പ്രവർത്തകർ, അവരുടെ ആയിരക്കണക്കായ ആമില വോളണ്ടിയർമാർ, പ്രവർത്തകന്മാർ വർഷത്തിൽ ഒരുമിച്ച് കൂടുന്ന, രാത്രിയും പകലും ഇരുന്ന് അവർക്ക് നേതാക്കൾ പ്രത്യേകമായ കോച്ചിങ് നൽകി പദ്ധതികൾ അവരെ ഏൽപ്പിച്ച് അവരുടെ ജീവിത വിശുദ്ധി ആമില വോളണ്ടിയർമാർക്ക് നമ്മുടെ നേതാക്കൾ നൽകുന്നത്, SYSന്റെ നേതാക്കൾ നൽകുന്ന ജീവിത വിശുദ്ധിയുടെ പഠനം, പരിശീലനം, അത് വളരെ വലുതാണ്. അവർക്ക് നൽകുന്ന ആ പരിശീലനം നാം ദീനീ ദഅവത്തിനിറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ഇബാദിനെ നന്മയിലേക്ക്, ഇൽമിലേക്ക്, ഇബാദത്തിലേക്ക്, ഹിദായത്തിലേക്ക് അള്ളാഹുവിന്റെ ഇബാദിനെ നയിക്കുക എന്ന ലക്ഷ്യത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ സ്വയം നന്നാവണം.
സ്വയം നന്നായെങ്കിലേ മറ്റുള്ളവരെ നന്നാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവരെ പരിശീലിപ്പിക്കുന്നത്. പല ക്യാമ്പുകളിലും പങ്കെടുത്തപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചു. അത് വലിയ ഒരു തത്വമാണ്. മറ്റുള്ളവരെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവണം, നമ്മളെ ഹാല് നന്നാവണം. ഹാല് റജുലിൻ വാഹിദിൻ, ഒരാളെ ഹാല് ഫി ഇസ്ലാഹി അൽഫി റജുലിൻ, 1000 ആളുകളെ നന്നാക്കാൻ ഒരാളുടെ ഹാല് ഖൈറുൻ, അതാണ് കൂടുതൽ ഫലം ചെയ്യുക. മിൻ വഅദി അൽഫി റജുലിൻ, 1000 ആളുകൾ വഅദ് പറയുന്നതിനേക്കാൾ ഫി ഇസ്ലാഹി റജുലിൻ വാഹിദിൻ, ഒരാളെ നന്നാക്കാൻ. വഅദിന് ഫലമില്ല എന്നല്ല പറയുന്നത്, ഒരാളെ നന്നാക്കാൻ 1000 ആളുകളുടെ വഅദ് എത്രമാത്രം ഉപകാരപ്പെടുന്നുവോ അതിനേക്കാൾ ഉപകാരപ്പെടും 1000 ആളുകളെ നന്നാക്കാൻ ഒരാളുടെ ഹാല് കണ്ടു നന്നാവണം, അവന്റെ ജീവിതം കണ്ടു നന്നാവണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങളാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഫർളായ അമലുകളെ സംബന്ധിച്ച്, സുന്നത്തായ അമലുകളെ സംബന്ധിച്ച്, നമ്മളുടെ ഔറാദുകളെ സംബന്ധിച്ച്, നമ്മളുടെ ജീവിത രീതികളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നവരാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങളോടെത്തി ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി, അദ്ദേഹത്തിന്റെ പ്രൗഢഗംഭീരമായ പ്രസംഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ബർക്കത്തിനു വേണ്ടി 2 വാക്ക് പറഞ്ഞു എന്നുള്ളൂ. ഇന്നലെയൊക്കെ കുറച്ച് നമ്മൾ എന്താ ചെറിയ ഖിദ്മത്തൊക്കെ ചെയ്യും, അതൊന്നും വെറുതെ വാട്സപ്പിലൂടെ ഉണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വരുന്നതാണ്, അല്ലാതെ അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ചെറിയ കാര്യങ്ങള് നമ്മൾക്ക് വലുതാക്കി പറയാൻ സാധിക്കും, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെറുതാക്കി പറയാനും സാധിക്കും. കണ്ടില്ലേ, ഈച്ചനെ വലുതാക്കണമെങ്കിൽ സാധിക്കും, ആനനെ ചെറുതാക്കാൻ സാധിക്കും. എന്താപ്പ ആന, എന്തിനാ ആനക്ക് കയ്യ? ഒരു ഈച്ച എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറന്ന് 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 ആകാശത്തിലേക്ക് കുറെ ഉയരത്തിലേക്ക് പറക്കും. ആനക്ക് കയ്യോ? ആര വലുതായത്? ഈച്ച വലുതാ. അപ്പൊ അങ്ങനെയുള്ള കുറെ പറഞ്ഞു വലുതാക്കലുകളിലൊന്നും വലിയ ഒരു കാര്യമില്ല. നമ്മളുടെ വയസ്സ്, നമ്മളുടെ സമയം, നമ്മളുടെ സൗകര്യം, നമ്മുടെ സ്വാധീനം, നമ്മുടെ കഴിവ്, നമ്മൾക്ക് അള്ളാഹു തന്ന നിഅമത്തുകള്, അതൊക്കെ നമ്മൾ നല്ലതിൽ ചെലവഴിക്കണം. നമ്മളെ സമയം ഒരിക്കലും പാഴാക്കി പോകരുത്. വളരെ കുറഞ്ഞ സമയമുള്ളൂ, അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വളരെ വേദനാജനകമായ ഒരു ചുറ്റുപാടിലൂടെയാണ്, വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലോകം വളരെ വേദനാജനകമായ, അതിലൊക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ഉറുതി സിദ്ധിച്ച് ബഹുമാനികളെ, നമ്മുടെ പലസ്തീൻ മുസ്ലിം സഹോദരന്മാര്, അറബ് രാജ്യത്തുള്ള മുസ്ലിം സഹോദരന്മാര്, ലോക മുസ്ലിങ്ങൾ ഇന്ന് വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളിലാണുള്ളത്. ഇത് വളരെയധികം നാം ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കി ഉറുതി സിദ്ധിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കാനും പ്രാർത്ഥനയിൽ മുഴുകാനും, പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, നമ്മൾ എന്ത് തുടങ്ങിയതാ പ്രാർത്ഥന എന്നൊരിക്കലും ആരും വിചാരിച്ചു പോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ അതിന് ഇജാബത്തുണ്ടാകും എന്നതിൽ യാതൊരു സംശയമല്ല. ഉദ്ഊനി അസ്തജിബ് ലക്കും, അള്ളാഹു ഉറപ്പിച്ച് നമ്മളോട് പറഞ്ഞതാ, എന്നോട് നിങ്ങൾ ദുആ ചെയ്തോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. ഉദ്ഊനി അസ്തജിബ് ലക്കും, വേറെയും ആയത്തുകൾ. പക്ഷേ ലാ യകുൻ തഅഖുറു അമദിൽ അതാഇ മഅൽ ഇൽഹാഹി ഫി ദുആഇ മൂജിബൻ ലിയസിക, വളരെ കേണപേക്ഷിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഇനി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നിനക്കുണ്ടാകാൻ പാടില്ല. നിരാശപ്പെടരുത്. അള്ളാഹു ഇജാബത്ത് ചെയ്യുമെന്ന് ഏറ്റിരിക്കുകയാണ്. എന്തിനാണ് സംശയിക്കുന്നത്? പക്ഷേ ഫിൽ വഖ്തില്ലദീ ലാ യുരീദു ലാ ഫിൽ വഖ്തില്ലദീ തുരീദു ഫീമാ യഖ്താറുഹു ലിനഫ്സിക ലാ ഫീമാ തഖ്താറുഹു ലിനഫ്സിക. നമ്മൾ ചോദിക്കുന്നതിന്
നമ്മൾ ചോദിച്ച അതേ ടൈമിൽ ആവണമെന്നില്ല, അതേ കാര്യമാവണമെന്നില്ല. അതിനേക്കാൾ ഗുണകരമായ രീതിയിൽ അള്ളാഹു ഉദ്ദേശിച്ച ടൈമിൽ അള്ളാഹു നിനക്ക് ഇജാബത്ത് ചെയ്യും എന്നതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു വെടിക്ക് രണ്ട് കൊറ്റി എന്ന് പറഞ്ഞ മാതിരിയാ ദുആ എന്ന് പറയുന്നത്. ഒരു വെടിക്ക് രണ്ട് കൊറ്റി എന്ന മാതിരിയാണ് ദുആ എന്ന് പറയുന്നത്. അദ്ദുആഉ മുഖ്ൽ ഇബാദ. ദുആ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇബാദത്താണ്. അപ്പൊ നമ്മളെ ഹസനാത്തിന്റെ ആ ഏടില് അതിങ്ങനെ എഴുതും. ഒന്ന്. രണ്ടാമത്തെ കൊറ്റിയതാ, രണ്ടാമത്തത് ആ ദുആ ചെയ്ത കാര്യം അത് നമ്മൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ അള്ളാഹു ഉദ്ദേശിച്ച ടൈമിൽ അത് തരുകയും ചെയ്യും. അപ്പൊ രണ്ടായില്ലേ? അതാണ് ഒരു വെടിക്ക് രണ്ട് കൊറ്റി. അതൊരു ഇബാദത്തും ഒരു സാലിഹായ വലിയ ഭാരം തൂങ്ങുന്ന നാളെ മഹ്ശറയില് നന്മ തിന്മകൾ തൂക്കുമ്പോ ഭാരം തൂങ്ങുന്ന വലിയൊരു അമല് ഒരു ഭാഗത്ത്, മറ്റേ ഭാഗത്ത് നമ്മൾ ചോദിച്ച കാര്യം പടച്ചോൻ തരുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദുആയിൽ മുഴുകണം. രാവും പകലും നമ്മൾ ദുആയിൽ മുഴുകണം. നമുക്ക് വേണ്ടി, നമ്മളെ കുടുംബത്തിന് വേണ്ടി, നമ്മളെ മക്കൾക്ക് വേണ്ടി, നമ്മളെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, നമ്മളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, നമ്മളെ സംഘടനകൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, മുസ്ലിം സമുദായത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും, മരിച്ചുപോയ നമ്മളുടെ മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾ, ബന്ധപ്പെട്ടവർ, ഉസ്താദന്മാർ, മശായിഖന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ച്, അള്ളാഹുവിന്റെ ഭാഗത്തിലേക്ക് നമ്മൾ തിരിച്ചു വെച്ച്, എപ്പോഴാണ് അള്ളാഹു നമ്മൾ വിളിക്കുന്നു എന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹു എപ്പ വിളിച്ചാലും ക്ലിയർ ആയിക്കൊണ്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കണം. ആ നിലക്കുള്ള ഒരു തയ്യാറെടുപ്പിലായിക്കൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും ജീവിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആ നിലയിലുള്ള ജീവിതം, സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം, സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ ജീവിതം, ആരോടും നമുക്കൊരു വിഷവുമില്ലാത്ത വളരെ തുറന്ന അതാണല്ലോ അദ്ദീനു അന്നസിയത്തു. എല്ലാവർക്കും ഗുണം കാക്ഷിക്കുക, എല്ലാവർക്കും ഗുണം കാക്ഷിക്കുന്ന വളരെ സൗന്ദര്യമുള്ള ഒരു ജീവിതം, അങ്ങനെയുള്ള ഒരു മനസ്സ്, അങ്ങനെയുള്ള ഒരു ഖൽബ്, അതായിരിക്കണം നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് നമ്മൾക്ക് ദുആക്ക് സമയം കിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുത്തു മുഅ്മിനീങ്ങളിൽ നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹുവിലേക്ക് തെരുമാറാവട്ടെ. അല്ലാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതിനെ, അതിനൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. സത്യത്തിലും ക്ഷമയിലും ഉള്ള ജീവിതം അല്ലാഹു നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ ഈ മജ്‌ലിസിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനയിൽ നിന്നും ഒഴുകിപ്പരന്ന നുബുവത്തിന്റെ നൂറൊഴുകുന്ന നെഗുബി കുടുംബധാരയിലൂടെ കേരള മുസൽമാന് വീണ് കിട്ടിയ വരദാനം, വ്യതയും വേപതവുമായി കടന്നുവരുന്ന പരശതങ്ങളുടെ കണ്ണീർ മണമുള്ള പ്രശ്നങ്ങൾക്ക് രമ്യപരിഹാരത്തിന്റെ പനിനീർച്ചശകം പകർന്ന കൊടപ്പനക്കലിലെ അസറുമുല്ല, അതരം നിറയുന്ന പുഞ്ചിരിയും അജുവതോറ്റു പോകുന്ന മധുരമൂറും വാചകങ്ങളുമായി ജനസഹസ്രങ്ങളുടെ മനം കവർന്ന തിങ്കൾ നിലാവ്, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പടയണിയുടെ നേതൃനിരയിലെ സായുജ്യ സാന്നിധ്യമായി വിശുദ്ധിയുടെ വിപ്ലവങ്ങൾ തീർത്ത ബഹുമാന വ്യക്തിത്വം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. സയ്യിദ് അവറുകളെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സമാദരണീയനായ ഉസ്താദ് MT അബ്ദുള്ള മുസ്ലിയാർ, ബഹുമാന്യനായ
മുഖ്യ പ്രഭാഷകൻ നൗഷാദ് ബാക്കവി അവർകളെ, ബഹുമാനപ്പെട്ട ബാപ്പട്ടി തങ്ങൾ, ബഹുമാനപ്പെട്ട BSK തങ്ങൾ, ബഹുമാനപ്പെട്ട സാബിക് അലി ഷിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഹസൻ തക്കാഫി, ബഹുമാനപ്പെട്ട സലീം എടക്കര, ബഹുമാനപ്പെട്ട ആനമങ്ങാട് മുഹമ്മദ് ഫൈസി, ബഹുമാനപ്പെട്ട ഹംസ റഹ്മാനി, വേദിയിൽ ഉപവിഷ്ടരായ ഉലമാക്കളെ, ഉമറാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഫാമിലിയുടെ ഇഷ്ടാംഗങ്ങളെ, സ്നേഹമുള്ള മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, ജാമിയ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഈസ്റ്റ് ജില്ലാ ആമില സംഗമത്തിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സഹിഷ്ണുതയാണ് ഇസ്ലാം, സമസ്തയാണ് വഴി എന്ന പ്രമേയിൽ അധിഷ്ഠിതമായിട്ടുള്ള വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും ശക്തമായ പോഷക സംഘടനകളിലൊന്നായ സുന്നി യുവജന സംഘം, അതിന്റെ ആഭിമുഖ്യത്തിൽ അമില എന്ന ഒരു പുതിയ സംവിധാനം കൊണ്ടുവരികയും അവർക്ക് തർബിയത്തും തസ്കിയത്തും ഒക്കെ നൽകിക്കൊണ്ട് ദീനീ ദഅവത്തിന്റെ മേഖലയിലും മറ്റു ഇസ്ലാമികമായ സേവന പ്രവർത്തനങ്ങളിലും മുഴുകുവാൻ, അങ്ങനെ പൂർണ്ണമായും അല്ലാഹുവിലും വിശുദ്ധ ദീനിലും സമർപ്പിച്ച ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. നമുക്കറിയാം, സംഘടനാ പ്രവർത്തനം എന്നുള്ളത് കേവലം പൊതുയോഗങ്ങളോ അതുപോലെ മറ്റു പ്രചരണ പരിപാടികളും സമ്മേളനങ്ങളും ജാഥകളും എന്നതിലുപരി നമ്മുടെ ജീവിത വിശുദ്ധിയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാകണം. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുയായികളായ നാം മുത്തഖീങ്ങളായി ജീവിക്കുകയും നമ്മുടെ കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ തന്നെ ആ ഉന്നതമായ ഇസ്ലാമിക വ്യക്തിത്വം നാം ആർജിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ശീലങ്ങളിലുമൊക്കെ തന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ നാം മുറുകെ പിടിക്കുകയും ആ ഒരു ജീവിത വിശുദ്ധി കൂടി അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉത്കടമായ സ്നേഹവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മാതൃകാ ജീവിതം നയിക്കുവാനും സംസ്ഥയുടെ ഉത്തരവാദിത്വ ബോധമുള്ള അനുയായികളും സേവകരുമായിക്കൊണ്ട് വിശുദ്ധ ദീനിനെ പ്രചരിപ്പിക്കുന്നതിനും ആ ഒരു സന്ദേശം മറ്റുള്ളവരിലേക്കും നമ്മുടെ ജീവിതം കൊണ്ട് കാണിക്കുവാൻ സഹബാക്കളും അൻസാറുകളും മുഹാജിറുകളും ഒക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീൻ പ്രചരിപ്പിക്കുവാൻ വേണ്ടി അവർ അവരുടെ ജീവിതം സമർപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉലമാക്കളുടെ ആ മഹനീയമായ നേതൃത്വത്തിൽ അവർ നമുക്ക് നൽകുന്ന ഓരോ കർമ്മ പദ്ധതികളും അതുപോലെ തന്നെ മഹൽ അടിസ്ഥാനത്തിൽ ഉന്നതമായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശ പ്രചരണത്തിനും അതുപോലെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന അധാർമികതക്കും അരാജകത്വത്തിനും നമ്മുടെ വളർന്നു വരുന്ന പിഞ്ചു മക്കളെ പോലും മറ്റു
മദ്യവും മയക്കുമരുന്നും മറ്റുമുള്ള വളരെ ആപൽക്കരമായ മേഖലകളിലേക്കൊക്കെ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും നാം ഉത്തരവാദിത്വബോധത്തോടെ കർമ്മധീരരായി പ്രവർത്തിക്കുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ. ആമിലെയും അതുപോലെ ആ മഹത്വം നാം ഓരോരുത്തരും ഓരോ പ്രവർത്തകരും അതൊരു ജീവിതത്തിൽ ആ വിശുദ്ധി കൈവരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയവും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4 പതിറ്റാണ്ടായി കൊല്ലം ജില്ലയിലെ സമസ്ത സംഘടനാ രംഗത്ത് സജീവ സാന്നിധ്യവും മികച്ച സംഘാടകനുമായ ഉസ്താദ് അബ്ദുൽ ജവാദ് ബാക്കവി അവറുകൾക്ക് SYS കൊല്ലം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഉപഹാരം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നൽകുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ഉസ്താദ് അബ്ദുൽ ജവാദ് ബാക്കവി അവറുകളെയും ക്ഷണിക്കുന്നു. നൗഷാദ് ബാക്കവി ഉസ്താദിന്റെ പ്രഭാഷണം തുടരുകയാണ്. SYS ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം 3:30 ബാക്ക് ഭാഗത്ത് നമ്മുടെ ലൈബ്രറിയിൽ ചേരുന്നതാണ്. ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദിനെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ്. എംഡി ഉസ്താദ് ഇന്നലെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഉറക്കം രാത്രി കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം ദുആ ചെയ്യണം. ഉസ്താദ് അതിന് നല്ല വിശ്രമം ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹ്. എല്ലാരും ഒന്ന് വേണമെങ്കിലും ഒന്ന് എഴുന്നേറ്റിട്ടൊന്നുകൂടെ ഇരിക്കാം. ഒന്ന് ഉഷാറായിക്കോട്ടെ. കുറച്ചു നേരമായില്ലേ. അൽഹംദുലില്ലാഹ്. ആമിലക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. വേണമെങ്കിൽ കൈയൊക്കെ ഒന്ന് ഫ്രണ്ടിരിക്കണവരെ തട്ടാതിരുന്നാൽ മതി. എവിടെയെങ്കിലും ഒരു തട്ട് വേണമെന്ന് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ നമ്മളായിട്ട് തട്ടണ്ട. ഇരിക്കി. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബേ, ഈ ആയത്തിറങ്ങിയതിന് ശേഷം എനിക്ക് പിന്നെ സമാധാനമില്ല. കാരണം എനിക്ക് കുറച്ച് ശബ്ദം കൂടുതലാണ്. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴെല്ലാം അങ്ങയേക്കാൾ മുകളിൽ, അങ്ങയുടെ ശബ്ദത്തെക്കാൾ മുകളിൽ അങ്ങയുടെ മദീനയിൽ എന്റെ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും നബിയെ. അതുകൊണ്ടാണ് വരാത്തത്. ഈ ഒരു സ്നേഹത്തിന് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് സമ്മാനം ഓഫർ ചെയ്യുകയാണ്. കാരണം ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണീരിന് ഒരു സമാധാനമാകും, ലോകത്ത് വരുന്ന മുഴുവൻ മഹബ്ബത്തിന്റെ ആളുകൾക്കും ഒരു പ്രതീക്ഷയുമാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനം ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹുവിന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ തട്ടം സമ്മാനമായി കൊടുത്തിട്ടുണ്ട്. എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്ക് നിങ്ങൾ. മാലാഖമാർ മുത്തിമണക്കുന്ന, സ്വർഗീയ സുഗന്ധം പരക്കുന്ന മുത്ത് ഹബീബ് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തട്ടം കഅബ് റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി കൊടുക്കുകയാണ്. മഹബ്ബത്താണ് അതിന്റെ ഒരു നിബന്ധന. മഹബ്ബത്താണ്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പകരമാണ് കൊടുക്കുന്നത്. വളരെ മനോഹരമായി
പാട്ടുപാടി കവിത ചൊല്ലി മദീനയെ ഒന്നടങ്കം കരയിപ്പിച്ച ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സമ്മാനം അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ്, ആ പ്രാർത്ഥനയായിരുന്നു. നമ്മൾ മദ്ഹ് പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം, അല്ലാഹുവേ അതിനൊരു ഏറ്റവും ചെറിയ ലോകത്ത് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തതിൽ ഏറ്റവും ചെറിയ സമ്മാനമെങ്കിലും നമുക്ക് കിട്ടുമോ പടച്ചോനെ? മാനസം പൊട്ടി തകർന്നു വീണിടാ മധുകളെഴുതി കുഴഞ്ഞിരുന്നിടാ മതിവരുവോളം കളിച്ചു പോയി ഞാൻ, മതിവരുവോളം കളിച്ചു പോയി ഞാൻ, മദദിനു വേണ്ടി കൊതിച്ചു പോയി ഞാൻ. അല്ലാ ഇരുളാർന്ന ഹൃദയത്തിലെന്ന അല്ലാ ഇരുലോക ഗുരുവേ തരുന്ന അല്ലാ ഇഴവീണ മണിവീണ എന്ന അല്ലാ ഇടറാതെ പാടുന്നതെന്ന പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പാദങ്ങൾ നിറഞ്ഞ പാപങ്ങൾ നിറഞ്ഞ പാദങ്ങളുമായി ഈ ജാമിയുടെ മണ്ണിലൂടെ നടക്കുമ്പോ ഇവിടെ ഉലമാക്കളുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിന്റെ പോരിശ കൊണ്ടെങ്കിലും അല്ലാഹുവേ അവിടുന്ന് കൊടുക്കുന്ന ഏറ്റവും ചെറിയ ഒരു സമ്മാനത്തിന്റെ തിരുനോട്ടമെങ്കിലും നമുക്ക് തരണേ എന്ന് അല്ലാഹുവിലേക്ക് ഉള്ളുറഞ്ഞു പ്രാർത്ഥിക്കാൻ ഈ ആമില സംഗമത്തിലെ ഇഷ്ടം മുത്തുനബിയോട് എന്ന സെക്ഷൻ നമുക്ക് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കട്ടെ. അമാ തറല, നീ ഇഷ്ടപ്പെടുന്നില്ലേ സാബിത്തെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഹബീബേ? അന്ത ഈശ ഹമീദ, ഒന്നാമത്തെ സമ്മാനം സ്തുത്യർഹമായ ഒരു ജീവിതം, വളരെ ബറക്കത്തുള്ള റാഹത്തുള്ള സന്തോഷകരമായ ഒരു ജീവിതം നിനക്ക് കിട്ടുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ലേ? വതുഖ്തലു ഷഹീദ, നീ ഷഹീദായി മരിക്കുന്നതിന് നീ ആഗ്രഹിക്കുന്നില്ലേ? വതദ്ഖുൽ ജന്ന, സ്വർഗ്ഗം. 3 ഓഫറാണ് കൊടുത്തത്. ഹൃദയം തുറന്ന പ്രേമത്തിന്, സ്നേഹത്തിന്, മഹബ്ബത്തിന് പകരം 3 ഓഫറുകൾ. സുത്യർഹമായ ജീവിതം, ഷഹീദായ മരണം, സ്വർഗപ്രവേശം. കാലങ്ങൾ ഏറെ കടന്നുപോയി. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു. പക്ഷേ സാബിത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായില്ല. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സംഭവിക്കുമല്ലോ. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകന്റെ കാലം. കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞിരുന്നത് ഓരോ പ്രദേശത്തിന് ഓരോ നബി എന്നാണ്. മക്ക മദീന ഒക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ, പക്ഷേ എന്റെ പ്രദേശത്ത് ഞാനാണ് പ്രവാചകൻ. കുറച്ച് മായാജാലവും കുറച്ച് മാസ്മര വിദ്യകളും ഒക്കെ ഈ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ജനങ്ങളത് കണ്ടു മയങ്ങുമായിരുന്നു. ജനങ്ങൾ അത് കണ്ടു മയങ്ങുമായിരുന്നു. ഒരാൾ മദീനയുടെ സംഭവം മുസൈലിമത്തുൽ കദ്ദാബിന്റെ മുമ്പിൽ വന്ന് പറയാണ്, അവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇളകി വീണ ഖത്താദയുടെ കണ്ണുകൾ തിരികെ വെച്ചു കൊടുത്തിരിക്കുകയാണ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എന്റെ കണ്ണ് താങ്കൾ നേരെയാക്കി തരണമെന്ന് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകരോട് പറയുമ്പോ മുസൈലിമ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് മുഹമ്മദ് നേരെയാക്കിയത്? അത് കണ്ണു കൈകൊണ്ട് തടകിയിട്ടാണ്. എന്നാൽ ഞാനും അങ്ങനെ ശരിയാക്കാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ എത്രയാണ് ആശിക്യങ്ങൾക്ക് ചെയ്തു കൊടുത്തത് പ്രിയപ്പെട്ടവരെ. ഇപ്പോഴും ചില ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് സ്വപ്നം കാണുന്നുണ്ടല്ലോ. ആറ്റപ്പൂവിന്റെ 2ാമത്തെ ആണ്ട് ദിനം വരികയാണ്. ഞാൻ നേതൃത്വം കൊടുക്കുന്ന എന്റെ സ്നേഹസാഗരത്തിലെ അന്തേവാസി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാവിലെ എന്നോട് പറയാണ്, പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ വന്ന് എന്നോട് പറഞ്ഞത് കാല് മുറിക്കരുത് എന്നാണ്. ഞങ്ങളൊക്കെ സ്നേഹസാഗരം അദ്ദേഹത്തിന്റെ കാല് മുറിക്കുന്ന ഡേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീരുമാനിച്ച സന്ദർഭമായിരുന്നു. അദ്ദേഹം ഇന്നും സ്നേഹസാഗരത്തിലുണ്ട്. നിങ്ങൾക്ക് പോയാൽ കാണാം, ആ കാല് അങ്ങനെ തന്നെയുണ്ട്, മുറിച്ചില്ല ഞങ്ങൾ. ചില ആളുകൾക്ക് ലോകത്തങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്നു. നമ്മൾ എത്ര ഇബാദത്ത്, എന്തെല്ലാം രൂപഭാവങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടും നമുക്ക് കഴിയാതെ പോകുന്നത് ഹൃദയത്തിലുള്ള സൽസ്വഭാവത്തിന്റെ ശൂന്യതയാണ്. മടങ്ങി വരികയാണ്. മുസൈലിമത്തുൽ കദ്ദാബ് എല്ലാം അങ്ങനെ ചെറിയ പൊടിക്കൈകൾ ചെയ്ത് ജനങ്ങളെ പറ്റിച്ചു.
ഖത്താദ റളിയല്ലാഹു തആല അൻഹുവിനെ നബി തങ്ങൾ കണ്ണ് ശരിയാക്കി കൊടുത്തു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ കിട്ടിയ ചെയ്യാനുള്ള ഏറ്റവും വലിയ ചാൻസ്. നബി തങ്ങൾ അങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപസ്മാര രോഗം വന്ന സ്ത്രീയുടെ ചരിത്രം നിങ്ങൾക്കറിയാം. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹബീബേ, ഇതിനൊരു പരിഹാരം വേണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സ്വർഗം വേണമോ ശിഫ വേണമോ? രണ്ടാണ് ചോദ്യം. അങ്ങനെയാണ് ഒരുപാട് രോഗികളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, സ്വർഗം വേണമോ ശിഫ വേണമോ? ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു, കിട്ടിയൊരു അവസരമല്ലേ, സ്വർഗം മതി ഹബീബേ, അസുഖം ഞാൻ സഹിച്ചോളാം. പക്ഷെ ഒരു കാര്യമുണ്ട് റസൂലേ, അപസ്മാരം വന്ന് ഞാനിങ്ങനെ നിലത്ത് വീണിങ്ങനെ പിടയുമ്പോ എന്റെ നഗ്നത വെളിവാകലുണ്ട് ഹബീബേ, അതിനങ്ങൊരു പരിഹാരം കാണണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. പിന്നെ അതിനുശേഷം എത്ര നിലത്ത് കിടന്ന് പിടഞ്ഞാലും ആ വസ്ത്രം ഒന്നും അനങ്ങിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സുഫിയാൻ ഒരു പ്രാവശ്യം കണ്ണ് നഷ്ടപ്പെട്ടു, കരഞ്ഞുകൊണ്ട് വന്നു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണ് ശരിയാക്കണം ഹബീബേ. നബി തങ്ങൾ പറഞ്ഞു, സ്വർഗം വേണമോ കണ്ണ് വേണമോ? അബൂ സുഫിയാൻ പറഞ്ഞു, സ്വർഗം മതി, കണ്ണ് പോട്ടെ. ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അടർന്നു വീണു. യാ ഹബീബല്ലാഹ്, എന്റെ കണ്ണ് നേരെയാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്വർഗം വേണമോ കണ്ണ് വേണമോ? ഖത്താദ റളിയല്ലാഹു അൻഹു അതിബുദ്ധിമാൻ, സ്വർഗവും വേണം കണ്ണും വേണം യാ റസൂലല്ലാഹ്. ചോദിച്ച എന്തോടെ കിട്ടൂലേ, പിന്നെന്തിനാ കുറയ്ക്കുന്നത്? രണ്ടും വേണം. ഹബീബ് ഇങ്ങനെ നോക്കുകയാണ്, സ്വർഗവും കണ്ണുമോ? അതേ നബിയെ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായുള്ളൂ, സുന്ദരിയായ കൊച്ചു പെൺകുട്ടിയാണ്, എന്റെ സൗന്ദര്യമാണ് അവൾക്ക് ഇഷ്ടം, എന്റെ കണ്ണാണ് അവൾക്ക് ഇഷ്ടം, എന്റെ കണ്ണ് പൊട്ടിയാൽ അവൾക്ക് താങ്ങാൻ പറ്റൂല ഹബീബെ. കണ്ണും കൊടുത്തു, സ്വർഗവും കൊടുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞു, കൊണ്ടുവാ, ഞാനും തടവി തരാം. ഇടത്തെ കണ്ണിൽ തടവി, വലത്തെ കണ്ണും പൊട്ടി. മുസൈലിമത്തുൽ കദ്ദാബ് ചെയ്തതാണ്. അപ്പൊ അതൊരു കള്ളപ്രവാചകരാണെന്ന് തെളിയാൻ വേറൊന്നും വേണ്ടായിരുന്നു, അത് മാത്രം മതിയായിരുന്നു. പക്ഷേ എന്നിട്ടും ആ കണ്ണ് പൊട്ടിയവൻ പറയുകയാണ്, നിങ്ങൾ തന്നെയാണ് പ്രവാചകൻ എന്ന് ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്താ അതിന്റെ കാരണം? അയാൾ പറഞ്ഞു, ഇടത്തെ കൈ കണ്ണിൽ തടവിയിട്ട് വലത്തെ കണ്ണ് പൊട്ടണമെങ്കിൽ ചില്ലറ മോജിസത്ത് പോരല്ലോ. അപ്പൊ ഈ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെയുള്ള പോരാട്ടത്തിലാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. പിന്നെ സ്വർഗം ഉറപ്പല്ലേ ആ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ചുരുക്കി വരികയാണ്, കാരണം നമുക്ക് സമയം പരിമിതമാണല്ലോ. ഇത് പിന്നെ എത്ര വിശാലമാണ് പറയാൻ. ഒരു സുബഹി മുതൽ ഇശാ വരെ പറയാൻ പറഞ്ഞാലും അങ്ങനെ ആനന്ദത്തിൽ പാടിയും പറഞ്ഞു വിരിക്കാൻ പറ്റുന്ന മറ്റൊരു വിഷയമുണ്ടോ ഈ ലോകത്ത് നമുക്ക്? മാഷാഅല്ലാഹ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കുറച്ചു സ്വഹാബികളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണമെങ്കിൽ എന്തുമാത്രം ഇഷ്ടം ആ സ്വഹാബിയോട് ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞ ഒരു സ്വഹാബി ഏതെങ്കിലും ആമിലയുടെ പ്രവർത്തകന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞൊരു സഹാബിയുടെ പേര്? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഹദീസിൽ അങ്ങനെ തന്നെയുണ്ട്, ഇന്നി ഉഹിബ്ബുക, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുകയാണ്. ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. എന്തോ ഒരു ഇഷ്ടമായിരുന്നു എന്നറിയോ മുആദ് റളിയല്ലാഹു അൻഹുവിനോട്. ഇൽമു പഠിപ്പിച്ചു കൊടുക്കും, കുഞ്ഞു കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നത് പോലെ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഈ ദുആ എനിക്ക് എൻ്റെ ആരംഭ റസൂൽ പഠിപ്പിച്ചു തന്നതാണ്, നമസ്കാരത്തിന് ശേഷം ചൊല്ലാൻ. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ മരുഭൂമിയിലൂടെ ആടുമേക്കാൻ പോകും, കുറച്ചു മാത്രമേ പഠിക്കാൻ സമയം കിട്ടുകയുള്ളൂ. മദീനയുടെ മുറ്റത്തിരുന്നു കൊണ്ട് മലർവനിയായ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുആദേ, ഖുർആനിന്റെ 2 അത്ഭുത അധ്യായം നിനക്ക് പഠിപ്പിച്ചു തരാം, നിന്റെ ജീവിതത്തിലെല്ലാം നേടിയെടുക്കാൻ അത് മതി മുആദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്,
ഈ 2 സൂറത്തുകൾ. ഇങ്ങനെ ആയിരക്കണക്കിന് അത്ഭുത വിജ്ഞാന സാഗരം മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലേക്ക് മുത്തു ഹബീബ് പകർന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിലവിലെ പ്രശ്നം അതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പല സ്ഥലത്തേക്കും യാത്രയാക്കുമല്ലോ. ഇവിടെ മുആദ് റളിയല്ലാഹു തആല അൻഹു യമനിലേക്ക് യാത്ര പോവുകയാണ്. താൻ നേടിയെടുത്ത വിജ്ഞാന ശൃംഖലകളെ മുഴുവനും യമനിലെ പ്രിയപ്പെട്ടവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹു പോവാൻ. ആ പോകലും ആ യാത്രയും ഇത്രമേൽ സംഭവ ബഹുലമാകാൻ കാരണമുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതിന്റെ ഇരട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദിനെ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് യാത്ര അയക്കുമ്പോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദിനു യാത്രയാക്കുന്ന അവസാന യാത്രയാണെന്ന് ഹബീബിന് അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് ലോകത്ത് നിന്ന് വഫാത്താകാൻ പോവാൻ. മുആദ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് മടങ്ങി വന്നാൽ മദീനത്ത് ഞാൻ ഉണ്ടാവില്ല. പിന്നെ എന്റെ റൗള ഷരീഫിന്റെ അരികിലൂടെ ആയിരിക്കും മുആദിന് വരേണ്ടി വരിക എന്നത് തിരിച്ചറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് യാത്ര ചോദിക്കാണ്, നബിയെ യമനിലേക്ക് പോയി വരട്ടെ. അവിടുത്തെ മുഖം ചുമന്നു, കണ്ണുകൾ നിറഞ്ഞു. ഇപ്പോഴും അങ്ങനെയാണ്. മദീനത്ത് ആശിക്യങ്ങൾ ഹൃദയം മദീനക്ക് പണയപ്പെടുത്തിയവർ പോയാൽ അവർക്ക് അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ അവരുടെ കണ്ണു മാത്രമല്ല നിറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണു നിറയും. ഭൂവിൽ എവിടെയുണ്ട് അതുപോലെ ശാന്തത, പൂവേ അവിടെ നിന്നു പോരുന്നതെങ്ങിനാ. ലോകത്തെവിടെയാണ് ഇത്രമേൽ ശാന്തമായ ഒരു സ്ഥലം, സുന്ദരമായ ഒരു സ്ഥലം? മുആദ് റളിയല്ലാഹു അൻഹു യാത്ര ചോദിക്കുമ്പോൾ ഹബീബിന്റെ കണ്ണുകൾ അടർന്നു വീഴുന്നുണ്ട്, കണ്ണുനീർ മണികൾ. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തു പറ്റിപ്പോയി ഹബീബ്? അവിടുത്തെ മുഖമാകെ മാറിയിട്ടുണ്ടല്ലോ. ഒന്നുമില്ല മുആദ്, പോകാം. മുസാഫഹത്ത് മുആനഖത്തൊക്കെ കഴിഞ്ഞ് മുആദ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കയറുമ്പോ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് കൂടെ നടക്കുകയാണ്. സ്നേഹിതനെ പോലെ, കൂട്ടുകാരനെ പോലെ, കൂടപ്പുറപ്പിനെ പോലെ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊടുത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. തിരികെ ഇങ്ങനെ നമ്മെ തഴുകുന്നത് കാണാം, തലോടുന്നത് കാണാം. പക്ഷെ അത് കൊടുക്കേണ്ട പോലെ ആ സ്നേഹം കൊടുക്കണം. സമർപ്പണമായിരിക്കണം ആ സ്നേഹം, സമർപ്പണമായിരിക്കണം. ജീവിതം മുഴുവനും ഈ ചരിത്രത്തിൽ തന്നെ 1-2 ഭാഗങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ നെഞ്ചു നോവുന്ന ഭാഗം. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇങ്ങനെ താഴെയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ എനിക്ക് കഴിയണില്ല ഹബീബേ, ഈ ഒട്ടകപ്പുറത്തിരിക്കാൻ. ഞാനും താഴെ ഇറങ്ങുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ഇങ്ങനെ നോക്കി, എന്തു പറ്റി ഹബീബേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുആദേ, എത്രയോ നാളായി നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ഒരുപാട് ഇൽമു പഠിക്കുന്നു, എന്നോടൊപ്പം നിഴല് പോലെ നടക്കുന്നു. പക്ഷേ മുആദേ, പ്രാവശ്യം നീ യമനിൽ പോയി മടങ്ങി വരുമ്പോ, യാത്ര കഴിഞ്ഞു വരുമ്പോൾ മുആദേ, ഞാൻ ഉണ്ടാവില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് റളിയല്ലാഹു അൻഹു ദീർഘശ്വാസത്തോടെ ഹബീബിന്റെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ ഒരു അലർച്ചയായിരുന്നു എന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഒരു അലർച്ചയായിരുന്നു, നിലവിളിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുആദിന്റെ കണ്ണീരൊഴുകുന്ന മുഖം കാണാനാകാതെ തഹവ്വല വജ്ഹു നഹ്വൽ മദീന, മദീനയുടെ ഭാഗത്തേക്ക് തന്റെ മുഖം തിരിച്ചു വെച്ചു. നടന്ന് ഏറെ ദൂരമായി, മദീനയുടെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു വെച്ചു. മുആദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അലറി വിളിച്ച് കരയുന്നത് കാണാൻ എന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അതാണ് ആ സ്നേഹം, താങ്ങാൻ പറ്റുന്നില്ല. മുആദ് റളിയല്ലാഹു അൻഹു വാരി പുണർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു കാര്യം പറയാണ്, ഇന്ന ഔലാബി അൽ മുത്തഖൂൻ. മുആദേ,
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഇവിടെയും അവിടെയും എന്നോട് ഏറ്റവും ഒട്ടി നിൽക്കുന്നവർ ആരെന്ന് നിനക്കറിയോ? അൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ മാത്രമാണ്. നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമിലയുടെ ഒരു പ്രവർത്തകൻ പോലും തഹജ്ജുദ് മുടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ തലയിൽ കെട്ടുകളും തൊപ്പികളും തഹജ്ജുദിന് സാക്ഷിയാകുന്നവരാണ് എന്ന് ഞാൻ ഈ സ്ഥാപനത്തിനോടുള്ള ആദരവ് കൊണ്ട് വിശ്വസിച്ചു പോവുകയാണ്. തഹജ്ജുദിന്റെ സമയം ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയമാണ്. ലോകത്തൊരു ആശിഖീങ്ങൾക്കും ആ സമയത്ത് കിടന്നുറങ്ങാൻ കഴിയില്ല. 100% ഉറപ്പ്. ആ സമയത്ത് ഉണർന്ന് ഇബാദത്ത് ചെയ്യാൻ കഴിയാത്തവർ, എഴുന്നേറ്റിരുന്ന് ആരും അറിയാതെ ഒരു 100 സ്വലാത്ത് ഹബീബിന് കൊടുക്കാൻ കഴിയാത്തവർ ആഷിഖാണെന്ന് ലോകത്തോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തവരാണ്. നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് നമുക്ക് സമയമുള്ളപ്പോഴാണ്. ആ സ്വലാത്ത് ഇഷ്കിന്റെ സ്വലാത്താണ്, മഹബത്തിന്റെ സ്വലാത്താണെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ സ്വലാത്തിനു വേണ്ടി സമയമുണ്ടാക്കി ഇരിക്കുക, അതാണ് നമ്മെ മഹബത്തുള്ളവരാക്കി മാറ്റുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു തന്റെ ഇബാദത്തിലെ കണിശത, തന്റെ തഖ്വയിലെ ദൃഢത, അതൊക്കെയാണ് ഹബീബ് പറഞ്ഞു കൊടുക്കുന്നത്. തന്റെ കൂട്ടുകാരൻ യാത്ര പറയുമ്പോൾ, ഇനി വരുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല മുആദേ, അതുകൊണ്ട് ഇന്ന ഔലാ ബി അൽ മുത്തഖൂൻ, നീ തഖ്വയുള്ളവനാകണം. മുആദ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കയറി യാത്ര തുടരുകയാണ്. ഹബീബിനെ നോക്കി 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 മുന്നോട്ട് പോകുമ്പോ പെട്ടെന്ന് ഒട്ടകത്തെ നിർത്തി, ഒട്ടകത്തിൽ നിന്നിറങ്ങി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് തിരികെ ഓടി വന്നു. ഹബീബിന്റെ കരം കവർന്നിട്ട് പറഞ്ഞു, ഹബീബേ ഒരു കാര്യം കൂടി, മുത്തു നബിയെ ഒറ്റ കാര്യം കൂടി മുആദിന് വേണം നബിയെ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, മുആദേ നിനക്കിന് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എന്റെ ഹൃദയം, എന്റെ ജീവൻ, എന്റെ സ്നേഹം, അത് മുഴുവനും എന്റെ കൂടെ നടന്നതിന് പകരം നിനക്ക് ഞാൻ തന്നില്ലേ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് മദീനയുടെ മുറ്റത്ത് വെച്ച് അങ്ങനെ ഒരുപാട് വിജ്ഞാനം നുകർന്നു തന്നിട്ടുണ്ട്, ഒരുപാട് ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് ആയത്തുകൾ പകർന്നു തന്നിട്ടുണ്ട്, ഒരുപാട് പ്രവാചക ചര്യകളെ ആ ഖൽബിൽ നിന്ന് എന്റെ ഹൃദയത്തിലേക്ക് പകർന്നു തന്നിട്ടുണ്ട് ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സന്തോഷമാണ്. പക്ഷെ ഒരു കാര്യം കൂടി നബിയെ, എനിക്ക് അവസാനമായി ഒരു ഉപദേശം കൂടി അങ്ങ് തരണം. അങ്ങയുടെ നാവിൽ നിന്ന് അടർന്നു വീണിട്ട് ഈ പാവപ്പെട്ട മുആദിന് കിട്ടുന്ന അവസാനത്തെ ഉപദേശം അതുകൂടി എനിക്ക് തരണം ഹബീബേ. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ കൊണ്ട് നടക്കും. പിൽക്കാലത്ത് വരുന്ന പ്രവാചക പ്രേമികളെന്ന് അവകാശപ്പെടുന്നവരുടെ നെഞ്ചിൽ അതുണ്ടോ എന്നെനിക്ക് പരിശോധന നടത്താൻ ഹബീബേ എനിക്കൊരു ഉപദേശം കൂടി അവിടെ നിന്ന് പകർന്നു തരണമെന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, പ്രവാചക സ്നേഹത്തെ മുഴുവനും ആവാഹിച്ചെടുത്ത ഒരു ഉപദേശം, ലോകത്ത് ഓരോ ആശിക്കിനും ഉണ്ടായിരിക്കേണ്ട ഉപദേശം, ലോകത്ത് ഓരോ മുഹബ്ബീങ്ങളും നേടിയെടുക്കേണ്ട ഉപദേശം, ലോകത്ത് ഓരോ മദീന സിയാറത്ത് കഴിയുമ്പോഴും മെച്ചപ്പെടുത്തേണ്ട ഒരു ഉപദേശം, ഓരോ ജാമിയ സമ്മേളനം കഴിയുമ്പോഴും സനദ് വാങ്ങി ഈ ഗേറ്റിന്റെ കവാടം കഴിഞ്ഞ് കാലെടുത്ത് വെച്ചിറങ്ങുമ്പോൾ ഈ ഉപദേശം എന്റെ നെഞ്ചിലുണ്ട് എന്ന് ഓരോ ജാമിയയുടെ മക്കളും ചിന്തിക്കേണ്ട ഉപദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നല്ല സ്വഭാവത്തിൽ വേണം എന്നെ സ്നേഹിക്കുന്നവൻ ജനങ്ങളോട് ഇടപെടാൻ. എന്തൊക്കെയാണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ? നമ്മുടെ വർത്തമാനങ്ങളിൽ, നമ്മുടെ ജീവിത ശൈലികളിൽ ഒരു വർത്തമാനത്തിനു വേണ്ടി മുത്ത് ഹബീബിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയാന്തരത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന മദീന എന്ന കെടാവിളക്കിനെ ഊതിക്കെടുത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകുന്നത് എങ്ങനെയാണ്? മദീനത്ത് പോകുമ്പോ മാത്രം മതിയോ ഒരു മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം? എങ്ങനെ കഴിയുന്നു നമുക്ക്? ഒരു പറ്റിക്കൽ, ഒരു കപടത എവിടെയോ ഒളിഞ്ഞു കിടപ്പില്ലേ? ഏറ്റവും, അതായത് ഹൃദയം നുറങ്ങിപ്പോകുന്ന സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഇത് പറഞ്ഞിട്ടാണ് മുആദിനോട് വസിയത്ത് ചെയ്തിട്ടാണ് ഹബീബ് മദീനയ്ക്ക് മടങ്ങുന്നത്.
നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പറയുമല്ലോ എത്ര ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടത്. ആലപ്പുഴയിൽ ആമിലയുടെ പരിപാടി നമ്മൾ നടത്തിയപ്പോൾ ക്യാമ്പ് കഴിഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് 7 പ്രാവശ്യം അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു എന്നാണ്. 7 പ്രാവശ്യം. എത്ര വയസ്സുണ്ടാവും? 20-25 വയസ്സിനകത്തെ പ്രായമുള്ളൂ. 7 പ്രാവശ്യം പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ 7 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ കണ്ണും ആ കൽബും നിലനിൽക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. ഒരച്ചൊരച്ചു മിനുക്കിയെടുക്കാൻ ആമിലയിലൂടെ സാധ്യമാകും. പാപം നടന്ന് തീർത്തൊരീ പാദം തിളങ്ങുമെന്നിനി പരിപാലകന്റെ സയ്യിദി പരിഹാരമൊന്നു താനിധി. പരിപാലകന്റെ സയ്യിദി പരിഹാരമൊന്നു താനിധി. പൊന്നാരമേ നബി പൊൻതാരമേ പാപിയെത്തുമ്പോൾ പെയ്തിടണേ. പാപമിരുളെല്ലാം മാറ്റിടണേ. കണ്ണുകൾ സമ്മാനം തന്നവനല്ലാ, കാഴ്ചകളെല്ലാം ഹറാമല്ലോ. കണ്ണുനീർ കൊണ്ട് കഴുകിയിടാമല്ലാ, കാട്ടിടുമോ നബിയാം പൂമുല്ല. അല്ലാഹുവേ അല്ലാഹുവേ ആ മുത്ത് ഹബീബ് ഞങ്ങളോട് പിണങ്ങല്ലേ റബ്ബേ. പാപങ്ങളെ കഴുകി ഹൃദയത്തെ വിശുദ്ധമാക്കി കാത്തിരിക്കണം നിങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞപ്പോൾ ഒറ്റ സംഭവം നിർത്താൻ. വഫാത്ത് കഴിഞ്ഞപ്പോൾ ഹബീബിനെ ജീവന്റെ ജീവനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ മദീനത്തേക്ക് വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കണ്ണുനീർ തൂകിയിരിക്കുന്നുണ്ട് മദീനയുടെ മുറ്റത്ത്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറ ശരീഫ് എവിടെയാണല്ലോ. ഈ സ്ത്രീ വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ എനിക്കൊന്ന് തുറന്നു തരുവോ ആ കതക്, ആ വാതിലൊന്ന് തുറന്നു തരുവോ, ഞാൻ ഒന്ന് കണ്ടോട്ടെ ഹബീബിന്റെ റൗള സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാതിൽ തുറന്നു. ആ സഹോദരി അകത്ത് കടന്നു. പിന്നെ ആ സഹോദരിയുടെ മയ്യത്താണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. പ്രവാചകാനുരാഗത്തിന്റെ തീയിൽ കത്തിപ്പടർന്നു പോയി ആ ശരീരവും ആത്മാവും. അതാണ് ഞാൻ ഒരിക്കൽ ഇങ്ങനെ എഴുതിയപ്പോൾ എഴുതി വെച്ചത്, കണ്ട് കൊതി തീർന്നതാരാമദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന. എത്ര ജീവനാണ് മദീന കൊണ്ടുപോയത്. ജന്നത്തുൽ ബഖീൽ മദീനയുടെ മുറ്റത്ത് ഹാർട്ട് പൊട്ടിപ്പോയവർ സലാം പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പുറത്തേക്ക് ആളുകൾ ചുമന്നു കൊണ്ടുവന്നു വെച്ചവർ. മദീനത്ത് തന്നെ പോകണമെന്നില്ല. ചില ആളുകൾ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് നാട്ടിൽ തന്നെ മരണപ്പെട്ടു പോയവരുണ്ട്. ഹൃദയം നിറച്ച് മദീനയുമായി അങ്ങനെ മരണപ്പെട്ടു പോയവരുണ്ട്. ആമിലയുടെ പ്രിയപ്പെട്ടവരെ, ഈ സംഗമത്തിൽ വന്ന് ഹൃദയവിശാലതയുള്ള അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, നിങ്ങളുടെ ഹൃദയാന്തരത്തിൽ ആർക്കും കൊടുക്കാത്ത ഒരു വലിയ സ്ഥാനം, ലോകത്ത് ആർക്കും അത് അവകാശപ്പെടാൻ കഴിയില്ല. അത്രത്തോളം വലിയ സ്ഥാനം നമ്മുടെ മുത്ത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം. നിങ്ങളെ കാണാൻ ഹബീബ് വരും. ഹൃദയം പരിശുദ്ധമാകണം. ഖുലുഖുൻ ഹസന എന്ന് പറയുമ്പോ ഹൃദയത്തിൽ നിന്ന് അഹന്തയും അഹങ്കാരവും അഹംഭാവവും അസൂയയും എല്ലാം ഒന്നിനു പുറകെ മറ്റൊന്നായി എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് തീർന്നിട്ടൊരു പ്രകാശം വരും. ആ പ്രകാശത്തിലാണ് മഹബ്ബത്തിന്റെ മുത്ത് ഒളിഞ്ഞിരിക്കുന്നത്. അത് തെളിയുമ്പോഴാണ് മദീനയുടെ മുത്ത് നിങ്ങളെ കാണാൻ വരുന്നത്. അള്ളാഹു ആ സൗഭാഗ്യത്തിൽ ജാമിഅ നൂരിയുടെ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടിയ നമുക്കെല്ലാം ആ സൗഭാഗ്യത്തിൽ ലയിച്ചു മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സാരസമ്പൂർണമായ സംസാര ശൈലിയിൽ സാക്ഷര കേരളത്തിന്റെ സർവ്വ സ്വീകാര്യതയും നേടിയ ഉസ്താദ് മുനീർ ഹുദവി വിളയിൽ സദസ്സിന് ആശംസാ ഭാഷണം നിർവഹിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله. اللهم صل على محمد اللهم صل عليه وسلم. അഭിവന്യ സാത്വികരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആമിലയുടെ പ്രവർത്തകന്മാരെ, സന്നദ്ധ സേനാ വിഭാഗങ്ങളെ, അതുപോലെ തന്നെ മുതഅല്ലിം സുഹൃത്തുക്കളെ, മാന്യ ശ്രോതാക്കളെ, ഉമ്മുൽ മദാരിസിന്റെ മുറ്റത്ത് ഒരിക്കലൂടെ കേരളം ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക ചൈതന്യത്തിന്റെ മജ്ലിസുൻ നൂറിലേക്ക് ഇന്നത്തെ സന്ധ്യാ നേരത്തോടുകൂടെ നമ്മളൊക്കെ കൂടണയുകയാണ്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന കേരളത്തിന്റെ അറ്റപ്പൂ ഒരുപാട് വേപത പൂണ്ട മനസ്സുമായി തന്നെ കാണാൻ വരുന്ന ആളുകളോട് ജാമിയയുടെ മജ്ലിസുൻ നൂറിന്റെ കാര്യം പറഞ്ഞു വിട്ടതും മഹാനായ വലിയുല്ലാഹി തൃപ്പനച്ചി മുഹമ്മദ് ഉസ്താദ് നവറല്ലാഹു മർഖദ, ആ മഹാനുഭാവൻ ജാമിയയുടെ സമാപന സമ്മേളനത്തിന്റെ ആദ്യ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാൻ ആളുകളെ പറഞ്ഞു വിട്ടതും ചരിത്രത്തിന്റെ മുമ്പിലുള്ള സാക്ഷ്യപത്രങ്ങളാണ്. ആ രണ്ട് പ്രധാന കൗതുകമാണ് ജാമിഅ കൈരളിക്ക് പ്രദാനം ചെയ്ത ഏറ്റവും വലിയ ഐശ്വര്യം. അതുകൊണ്ട് ഈ മരച്ചോട്ടിൽ വന്ന്, ഈ വിശാലമായ മൈതാനത്ത് വന്ന് ആമീൻ പറയുന്ന പതിനായിരങ്ങളിൽ ഒരു കണ്ണിയാവാൻ മത്സരിക്കുന്ന കേരളത്തിലെ ഒരുപാട് മനുഷ്യരുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആധുനിക സൗകര്യങ്ങളോടെ ചൈനീസ്, ഇന്ത്യൻ, കൊറിയൻ, ജപ്പാനീസ് അക്യുപഞ്ചർ ചികിത്സാ രീതികളെ സമന്വയിപ്പിച്ചുകൊണ്ട് വിദഗ്ധ ഡോക്ടർമാരുടെ കീഴിൽ കിടത്തി ചികിത്സാ സൗകര്യത്തോടെയുള്ള കേരളത്തിലെ നമ്പർ 1 അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രം റഹ്മാൻസ് അക്യുപഞ്ചർ, പാണ്ടിക്കാട്. ആമാശയ രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, എല്ലുരോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, വാതരോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ, കുട്ടികളുടെ രോഗങ്ങൾ, സ്ത്രീ പുരുഷ ദാമ്പത്യ പ്രശ്നങ്ങൾ, മുടികൊഴിച്ചിൽ, അകാലനര തുടങ്ങി ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾക്ക് പരിപൂർണ ആശ്വാസം നൽകുന്ന ഒരു സമ്പൂർണ്ണ അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രം. വേദനകൾക്ക് ആശ്വാസം പകരുന്ന ചൈനീസ് കപ്പിംഗ് തെറാപ്പി, ശരീരത്തിന് ഉത്തേജനം നൽകുന്ന ഫുഡ് റിഫ്ലെക്സോളജി, സ്റ്റീം ബാത്ത്, തടി കുറയ്ക്കാൻ ഡയറ്റ് തെറാപ്പി, മുഖസൗന്ദര്യത്തിനും മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനും കോസ്മെറ്റിക് അക്യുപഞ്ചർ ചികിത്സകളും ലഭ്യമാണ്. പ്രവർത്തന സമയം എല്ലാ ദിവസവും കാലത്ത് 10 മണി മുതൽ 5 മണി വരെ. റഹ്മാൻസ് അക്യുപഞ്ചർ, ഒറവംപുറം പാലത്തിന് സമീപം, പാണ്ടിക്കാട്. ഫോൺ 9846931913. ആധുനിക സൗകര്യങ്ങളോടെ ചൈനീസ്, ഇന്ത്യൻ, കൊറിയൻ, ജപ്പാനീസ് അക്യുപഞ്ചർ ചികിത്സാ രീതികളെ സമന്വയിപ്പിച്ചുകൊണ്ട് വിദഗ്ധ ഡോക്ടർമാരുടെ കീഴിൽ കിടത്തി ചികിത്സാ സൗകര്യത്തോടെയുള്ള കേരളത്തിലെ നമ്പർ 1 അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രം റഹ്മാൻസ് അക്യുപഞ്ചർ, പാണ്ടിക്കാട്. ആമാശയ രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, എല്ലുരോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, വാതരോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ, കുട്ടികളുടെ രോഗങ്ങൾ, സ്ത്രീ പുരുഷ ദാമ്പത്യ പ്രശ്നങ്ങൾ, മുടികൊഴിച്ചിൽ, അകാലനര തുടങ്ങി ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾക്ക് പരിപൂർണ ആശ്വാസം നൽകുന്ന ഒരു സമ്പൂർണ്ണ അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രം. വേദനകൾക്ക് ആശ്വാസം പകരുന്ന ചൈനീസ് കപ്പിംഗ്. ഈ സദസ്സിനെ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി
SYS ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ഷമീർ ഫൈദി ഒടമലയെ ക്ഷണിക്കുന്നു. മുക്കഫിറത്ത് ചൊല്ലി സ്വലാത്തോടുകൂടി ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ മഹത്തായ SYS ജില്ലാ ആമില സംഗമത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ഉദ്ഘാടനം ചെയ്ത വന്യരാ സയ്യിദ് മുഹമ്മദ് വാഴത്തങ്ങൾ, സയ്യിദ് സാദിഖ് ശിഹാബ്തങ്ങൾ, സയ്യിദ് അബ്ബാസ് ശിഹാബ്തങ്ങൾ തുടങ്ങി നമ്മുടെ ഇവിടെ വിശാദനം നടത്തിയ എല്ലാ നേതാക്കന്മാർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇവിടെ പങ്കെടുത്ത ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആമില സഹോദരങ്ങൾക്ക് ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ആത്മാർത്ഥമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി അതിന്റെ ഇജ്ജത്ത് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥനയോടുകൂടെ അതിശാനുമതിയോടുകൂടെ മുക്കഫിറത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി പിരിയുകയാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.